ഹലോ ബിലവഡ്, ഗുഡ് മോർണിംഗ്. ഞങ്ങളെ ഓൺലൈനിൽ കേൾക്കുന്ന എല്ലാവർക്കും ഞങ്ങളെ ഫേസ്ബുക്കിലൂടെ എഴുതി അറിയിക്കാവുന്നതാണ്. നമ്മുടെ ഹാൻഡിൽ @ബിലവഡ് സൺസ് ഓഫ് ഗോഡ് എന്നാണ്. ഞങ്ങളുടെ ചർച്ചിന്റെ അഡ്രസ്സ് നിങ്ങളെ അറിയിക്കുന്നതാണ്. ഇന്റർനാഷണലി ഞങ്ങളെ കേൾക്കുന്നവർ ഞങ്ങൾക്ക് ഫേസ്ബുക്കിലൂടെ എഴുതാവുന്നതാണ്. നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മൾ സമൃദ്ധിയെക്കുറിച്ച് ഒരു സീരീസ് ചെയ്യുകയായിരുന്നു. ഞാൻ എല്ലാവരോടും അഭ്യർത്ഥിക്കുകയാണ്, നിങ്ങൾ ആദ്യത്തെ 2 വീഡിയോ നിങ്ങൾ കേൾക്കേണ്ടതാണ്. അപ്പോൾ കഴിഞ്ഞ ആഴ്ച നമ്മൾ സംസാരിച്ചു, യഹോവ എൻ്റെ ഇടയനാകുന്നു, എനിക്ക് മുട്ടുണ്ടാകുകയില്ല. എനിക്ക് ഒരു പ്രാവശ്യം ഇങ്ങനെ ഒരു സ്വപ്നം ഉണ്ടാകുവാനിടയായി. ഞാനത് നിങ്ങളോട് പറഞ്ഞു കഴിഞ്ഞു. ഈ ചിത്രത്തിലും ഞാൻ അത് തന്നെയാണ് വരച്ചിരിക്കുന്നത്. എങ്ങനെ എൻ്റെ സ്വപ്നത്തിൽ ഞാൻ കണ്ടോ അത്. ഞാൻ എൻ്റെ ധനത്തെക്കുറിച്ചുള്ള വിഷയത്തിൽ വളരെ ചിന്തയിൽ ആയിരുന്ന സമയത്തെ കാര്യമാണിത്. അതെൻ്റെ തുടക്ക സമയമായിരുന്നു. ഏകദേശം 2007 കാര്യമായിരുന്നു. ഞാൻ വിശ്വാസത്തിൽ പുതിയതായിരുന്നു ആ സമയത്ത് ഞാൻ എൻ്റെ ധനത്തെക്കുറിച്ച് വളരെ ചിന്തിച്ച് ഭാരപ്പെട്ടിരുന്ന സമയമായിരുന്നു. അപ്പോൾ എനിക്ക് ഒരു സ്വപ്നം ഉണ്ടാകുവാനിടയായി. ഒരു മലയുടെ മുകളിൽ ഞാൻ നിൽക്കുകയാണ്. ഈ ചിത്രത്തിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ ഞാൻ എൻ്റെ സ്വപ്നത്തിലും കണ്ടു ഞാൻ അവിടെ നിൽക്കുന്നതായിട്ട്. ആ മുകളിൽ നിൽക്കുന്ന സമയത്ത് സ്വർഗദൂതർ പാടുന്നത് ഞാൻ കേട്ടു, യഹോവ എൻ്റെ ഇടയനാകുന്നു, എനിക്ക് മുട്ടുണ്ടാകുകയില്ല. അവിടെ ഞാൻ എൻ്റെ മുകളിൽ 2 മേഘങ്ങൾ കാണുവാനിടയായി. അതിൽ എഴുതിയിരിക്കുകയാണ് ഹാപ്പി ന്യൂ ബർത്ത്, വീണ്ടും ജനന ആശംസകൾ എന്ന്. മലയുടെ താഴ്വാരത്തിൽ പച്ച പുല്ലുകൾ ഞാൻ കാണുവാനിടയായി. അത് ആ വചനത്തിൽ 23-ാം വചനത്തിൽ നിന്നുള്ളതായിരുന്നു. യഹോവ എൻ്റെ ഇടയനാകുന്നു, എനിക്ക് മുട്ടുണ്ടാകുകയില്ല. ഇത് 2 സ്പോട്ട് ലൈറ്റ് ആയിരുന്നു ആ മേഘത്തിൽ ഉണ്ടായിരുന്നതാണ്. പിതാവിനെ ഓർമ്മപ്പെടുത്തി, സ്വർഗരാജ്യത്തിൽ ഏറ്റവും വലിയ സന്തോഷം എന്ന് പറയുന്നത് അത് നിങ്ങളുടെ വീണ്ടും ജനനത്തെക്കുറിച്ചുള്ളതാണ്. ഏത് നിമിഷം നിങ്ങളുടെ വീണ്ടും ജനനം സംഭവിച്ചോ, നിങ്ങൾ ഒരു കുടുംബത്തിൽ നിങ്ങളുടെ ജനനം നടന്നിരിക്കുകയാണ്. അവിടെ നിങ്ങളുടെ പിതാവ് സ്വർഗീയ പിതാവാണ്. അവനാണ് നിങ്ങളുടെ എല്ലാ ആവശ്യങ്ങളും പൂർത്തീകരിക്കുന്നത്. നിങ്ങൾ ഓരോ നിമിഷവും ഈ തിരിച്ചറിവിൽ വളരുമ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും, എല്ലാം നിങ്ങൾക്ക് ലഭിക്കുവാനിടയാകും. എന്തുകൊണ്ടെന്നാൽ നിങ്ങൾ അവന്റെ രക്തത്തിലൂടെയുള്ള സന്തതി ആയതുകൊണ്ട്. കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ ഒരു രാജാവിനെ കുറിച്ച് സംസാരിച്ചു. നമ്മൾക്ക് അറിയാനിടയായി, അവരുടെ മക്കൾ എല്ലാ അവകാശങ്ങളും അവർക്ക് ലഭിക്കുന്നത് അവർ ആ രാജാവിന്റെ കുഞ്ഞുങ്ങളായതുകൊണ്ടാണ്. അവരെന്ത് ചെയ്യുന്നു എന്നുള്ളതിൽ അത് ബാധിക്കാറില്ല. അവർക്കെല്ലാം ലഭിക്കുവാനിടയാകും. എന്തുകൊണ്ടെന്നാൽ അവർ അവന്റെ രക്തത്തിൽ നിന്നുള്ള സന്തതി ആയതുകൊണ്ട്. അവരുടെ എല്ലാ ആവശ്യങ്ങളും പൂർത്തീകരിക്കപ്പെടുന്നു. എന്തുകൊണ്ടെന്നാൽ അവർ അവന്റെ സന്തതികളായതുകൊണ്ട്, അവരുടേതായതുകൊണ്ട്. ഓരോ നിമിഷം സമയം മുന്നോട്ട് പോകും തോറും അങ്ങനെ ആ കുഞ്ഞുങ്ങൾ വളരുന്ന സമയം വരുമ്പോൾ ആ രാജാവ് ആഗ്രഹിക്കും അവരുടെ എല്ലാ അവകാശങ്ങളും അതിൻ്റെ അവകാശികൾ ആകണമെന്ന് അവർ ആഗ്രഹിക്കുവാനിടയാകും. പിന്നെ അവർ ആ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കും എങ്ങനെയാണ് ആ രാജ്യത്തെ ഭരിക്കേണ്ടതെന്നും ആ ധനം എങ്ങനെ കൈകാര്യം ചെയ്യണമെന്നും. ഇതാണ് ദശാംശത്തെ കുറിച്ചുള്ളത്. എന്തുകൊണ്ടെന്നാൽ ആ കുഞ്ഞുങ്ങൾ, ആ ബാലന്മാർ ഇപ്പോൾ കുഞ്ഞുങ്ങളല്ല, ഇപ്പോൾ അവർ വളരുകയാണ്, അവർ പരിപൂർണരാകുകയാണ്. ഇപ്പോൾ അവർ ആ സ്ഥാനത്തേക്ക് ആയിരിക്കുകയാണ്. പിതാവേ എനിക്കത് വേണം, ഇത് വേണമെന്ന് പറയുകയില്ല. അവർ ആ തിരിച്ചറിവിൽ വരികയാണ്. ഇപ്പോൾ എല്ലാം എൻ്റേതാണ് എന്നുള്ള തിരിച്ചറിവിൽ വരികയാണ്. അപ്പോൾ കാണാൻ സാധിക്കൂ ആ പുത്രൻ എങ്ങനെ അവകാശങ്ങളുടെ ആ ധനത്തിന്റെ ബുദ്ധിയിലൂടെ എങ്ങനെയാണ് അത് കൈകാര്യം ചെയ്യുന്നത് എന്ന്. ഇവിടെ നമ്മൾ ദശാംശത്തെ കുറിച്ച് പഠിക്കുന്നു. ഈ വചനം എവിടെ എഴുതിയിരിക്കുന്നു? ആദ്യത്തെ രീതിയിൽ നിങ്ങൾക്ക് ഈ വചനം വായിക്കാൻ സാധിക്കും. ഇപ്പോൾ നമ്മൾ വായിച്ചതുപോലെ, യഹോവ എൻ്റെ ഇടയനാകുന്നു, എനിക്ക് മുട്ടുണ്ടാകുകയില്ല. എൻ്റെ പിതാവാണ്, എനിക്ക് മുട്ടുണ്ടാകുകയില്ല. ഇത് അതിനെക്കുറിച്ചാണ്. എൻ്റെ എത്രയധികം ആവശ്യങ്ങളുണ്ടോ, എനിക്കിതായിരുന്നു. എൻ്റെ എല്ലാ ആവശ്യങ്ങളും അത് ആ പിതാവിലൂടെ പൂർത്തീകരിക്കും. അതിനുശേഷം നിങ്ങളെ തന്നെ ആ സ്ഥാനത്ത് നിങ്ങൾക്ക് കാണുവാനിടയാകും. അവിടെ നിങ്ങൾ പരിപൂർണരാകും. അപ്പോൾ നിങ്ങൾക്ക് ഈ വചനം ലഭിക്കുമ്പോൾ നിങ്ങൾ എങ്ങനെയായിരിക്കും അത് വായിക്കുന്നത്? യഹോവ എൻ്റെ പിതാവാകുന്നു, പിന്നെ എനിക്കൊന്നിൻ്റെയും മുട്ടുണ്ടാകുകയില്ല. നിങ്ങൾ ഈ സത്യത്തിൽ ഉണരുമ്പോൾ ദൈവം എൻ്റെ പിതാവാണ്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും എല്ലാ ആവശ്യങ്ങളും നിങ്ങളുടെ പിതാവിലൂടെ പൂർത്തീകരിക്കപ്പെടുന്നത്. പിന്നെ നിങ്ങൾക്ക് നിങ്ങളെ ആ ബന്ധത്തിൽ കാണുവാനിടയാകും. അവിടെ നിങ്ങൾക്ക് മനസ്സിലാകും എത്രയധികം നിങ്ങളുടെ ജീവിതത്തിൽ നന്മകൾ വരുന്നോ അതെല്ലാം ദൈവത്തിലൂടെയാണ് വന്നത്. നിങ്ങൾക്കപ്പോൾ പറയാൻ സാധിക്കും, ദൈവം എൻ്റെ പിതാവാണ്, എനിക്കൊന്നിനും മുട്ടുണ്ടാകുകയില്ല, ഉണ്ടായിട്ടില്ല, ഇനിയൊട്ടുണ്ടാകുകയുമില്ല. കഴിഞ്ഞ ദിവസങ്ങളിൽ കുറച്ച് വെളിപ്പാടുകൾ പിതാവ് എന്നെ പഠിപ്പിക്കുകയായിരുന്നു ദശാംശത്തെക്കുറിച്ച്. അതിനു മുമ്പ് ഞാനിത് ഒരിക്കലും കേട്ടിട്ടില്ല. ഇതെൻ്റെ ജീവിതത്തിൽ വളരെ അനുഗ്രഹമായിരുന്നു.
ഞാനിത് നിങ്ങൾക്ക് തരുവാൻ ആഗ്രഹിക്കുന്നു. ഞാൻ വിശ്വസിക്കുന്നു ഇത് നിങ്ങൾക്കും ഒരു അനുഗ്രഹത്തിന് കാരണമാകും. ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും, ഈ വചനത്തിൽ യേശു ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്ന ആളുകളോട് ഈ കാര്യം സംസാരിക്കുകയാണ്. നമുക്ക് വായിക്കാം ഈ വചനം. യേശു അവനോട്, എന്നെ സ്നേഹിക്കുന്നവൻ എൻ്റെ വചനം പ്രമാണിക്കും. എൻ്റെ പിതാവ് അവനെ സ്നേഹിക്കും. ഞങ്ങൾ അവൻ്റെ അടുക്കൽ വന്ന് അവനോടുകൂടെ വാസം ചെയ്യും. നമ്മൾ ഈ രാജ്യത്ത് വന്നപ്പോൾ നിങ്ങൾ പുത്രത്വത്തിന്റെ യാഥാർത്ഥ്യത്തെക്കുറിച്ചുള്ള മെസ്സേജ് നിങ്ങൾക്ക് കേൾക്കാം. നമ്മൾ ദൈവത്തിന്റെ മക്കളായിരുന്നു. ആദം പാപം ചെയ്തു. സാത്താൻ നമ്മളെ നമ്മുടെ പിതാവിൽ നിന്ന്, ദൈവത്തിൽ നിന്ന് വളരെ ദൂരെ ആക്കി കളഞ്ഞു. പിന്നെ പിതാവ് യേശു ക്രിസ്തുവിനെ ഈ ലോകത്തിലേക്ക് അയച്ചു, ആ നഷ്ടപ്പെട്ടു പോയ മക്കളെ തിരിച്ച് ഭവനത്തിലേക്ക് കൊണ്ടുവരാൻ. ആ നന്മതിന്മകളെ കുറിച്ചുള്ള വൃക്ഷത്തിന്റെ ഫലം ഭക്ഷിച്ചതിലൂടെ എന്താണ് ആദമിന്റെ ജീവിതത്തിൽ പ്രശ്നമായി തീർന്നത്? അതവന്റെ ഹൃദയമായിരുന്നു. അവന്റെ മുഴുവൻ പ്രാണനും പ്രശ്നത്തിൽ നിറയുവാനിടയായി തീർന്നു. ഏത് നിമിഷം നമ്മൾ യേശു ക്രിസ്തുവിൽ വിശ്വസിച്ചോ, നമ്മുടെ ആത്മാവിൽ വീണ്ടും ജനനം സംഭവിച്ചു. എന്തുകൊണ്ടെന്നാൽ നമ്മളിപ്പോൾ അവനോട് കൂടെ ആത്മാവിലൊന്നാണ്. നമ്മുടെ ഹൃദയം അത് ഓരോ നിമിഷവും അംശമായി യേശു ക്രിസ്തുവിന്റെ രൂപത്തിൽ രൂപാന്തരപ്പെടുകയാണ് ആ ഏകതയിൽ. ഇത് ആ സമയമാണ് നിങ്ങൾ നിങ്ങളുടെ പിതാവിന്റെ ശബ്ദം ഓരോ നിമിഷവും കേൾക്കുകയാണ്. നിങ്ങൾക്കറിയാമോ എങ്ങനെ അവനോടുള്ള ആ സ്നേഹം തിരിച്ച് നിങ്ങൾക്ക് കാണിക്കാമെന്ന്? നിങ്ങൾ വിശ്വസിക്കാൻ തുടങ്ങുമ്പോൾ എല്ലാ കാര്യങ്ങളിലും നിങ്ങളെക്കുറിച്ച് പിതാവ് പറയുന്നത്. ചിലപ്പോൾ നമ്മൾ പറയും, പിതാവെ ഞാൻ അങ്ങേ വളരെയധികം സ്നേഹിക്കുന്നു. പക്ഷെ പിതാവ് ആഗ്രഹിക്കുകയാണ് ആ സ്നേഹം എന്ന് പറയുന്നത് അവൻ പറഞ്ഞ കാര്യങ്ങളിൽ അവന്റെ സാക്ഷ്യത്തിൽ വിശ്വസിക്കുന്നതാണ് അവൻ നിങ്ങളെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. അതിലൂടെയാണ് നമ്മൾക്ക് അവനോടുള്ള സ്നേഹം പ്രകടമാകുന്നത്. ഇവിടെ നമുക്ക് വചനത്തിൽ വായിക്കാൻ സാധിക്കും, യേശു പറയുകയാണ്, എന്നെ സ്നേഹിക്കുന്നവൻ എൻ്റെ വചനം പ്രമാണിക്കും. എൻ്റെ പിതാവ് അവനെ സ്നേഹിക്കും. ഞങ്ങൾ അവന്റെ അടുക്കൽ വന്ന് അവനോട് കൂടെ വാസം ചെയ്യും. എന്നെ സ്നേഹിക്കാത്തവൻ എൻ്റെ വചനം പ്രമാണിക്കുന്നില്ല. നിങ്ങൾ കേൾക്കുന്ന വചനം എന്റേതല്ല, എന്നെ അയച്ച പിതാവിൻ്റെതത്ര എന്ന് ഉത്തരം പറഞ്ഞു. മുന്നോട്ട് നമുക്ക് വായിക്കാം. യോഹന്നാൻ 17:6 നീ ലോകത്തിൽ നിന്ന് എനിക്ക് തന്നിട്ടുള്ള മനുഷ്യർക്ക് ഞാൻ നിന്റെ നാമം വെളിപ്പെടുത്തിയിരിക്കുന്നു. അവർ നിനക്കുള്ളവർ ആയിരുന്നു. നീ അവരെ എനിക്ക് തന്നു. അവർ നിന്റെ വചനം പ്രമാണിച്ചുമിരിക്കുന്നു. നീ എനിക്ക് തന്നത് എല്ലാം നിന്റെ പക്കൽ നിന്ന് ആകുന്നുവെന്ന് അവർ ഇപ്പോൾ അറിഞ്ഞിരിക്കുന്നു. മുന്നോട്ട് നോക്കുക. നീ എനിക്ക് തന്ന വചനം ഞാൻ അവർക്ക് കൊടുത്തു. അവർ അത് കൈക്കൊണ്ടു. ഞാൻ നിന്റെ അടുക്കൽ നിന്ന് വന്നിരിക്കുന്നു എന്ന് സത്യമായിട്ട് അറിഞ്ഞും നീ എന്നെ അയച്ചു എന്ന് വിശ്വസിച്ചുമിരിക്കുന്നു. നീ എനിക്ക് തന്ന വചനം ഞാൻ അവർക്ക് കൊടുത്തു. യേശു എങ്ങനെയാണ് അവരുടെ ഇടയിൽ അവൻ്റെതും അല്ലാത്തതും ആയിട്ടുള്ളത് തിരിച്ചറിഞ്ഞത്? ഒരേ ഒരു കാരണത്താൽ ആളുകൾ ആ വചനത്തിൽ വിശ്വസിക്കുന്നതിലൂടെ, ആ വചനത്തെ ഗ്രഹിക്കുന്നതിലൂടെ. മുന്നോട്ട് എഴുതിയിരിക്കുകയാണ്, ഞാൻ നിന്റെ അടുക്കൽ നിന്ന് വന്നിരിക്കുന്നു എന്ന് സത്യമായിട്ട് അറിഞ്ഞും നീ എന്നെ അയച്ചു എന്ന് വിശ്വസിച്ചും ഇരിക്കുന്നു. ഇന്ന് നമ്മൾ ദശാംശത്തെക്കുറിച്ച് സംസാരിക്കും. പക്ഷെ അതിനു മുമ്പ് ഞാൻ നിങ്ങളെ കാണിക്കാൻ ആഗ്രഹിക്കുന്നു, ദശാംശം എന്ന് പറയുന്നത് അതെന്താണ്. എന്തുകൊണ്ടെന്നാൽ ഞാൻ ഇത് പിതാവിൽ നിന്നാണ് സ്വീകരിച്ചത്. നമ്മൾ അബ്രഹാമിന്റെ ജീവിതത്തിലൂടെ നമുക്ക് പഠിക്കാം അവൻ എന്തിനാണ് ദശാംശം കൊടുത്തത്. നമുക്ക് വായിക്കാം. മത്തായി 15 നമ്മൾ പഠിച്ചു പിതാവ് എങ്ങനെയാണ് നമ്മൾ അവനെ സ്നേഹിക്കുന്നു എന്നറിയുന്നത്. നമ്മൾ അവന്റെ വചനത്തിൽ വിശ്വസിക്കുന്നതിലൂടെ, അവന്റെ വചനം അനുസരിക്കുന്നതിലൂടെ, അവന്റെ സാക്ഷ്യത്തിൽ വിശ്വസിക്കുന്നതിലൂടെ എന്നെയും നിങ്ങളെയും കുറിച്ച് അവൻ പറഞ്ഞത്. ഇപ്പോൾ വചനം പറയുകയാണ്, നിങ്ങൾ വിശുദ്ധരാണ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശുദ്ധരാണ്. വചനം പറയുകയാണ്, യേശു ക്രിസ്തു ക്രൂശിൽ പോയത് അവൻ ധനികനായിട്ട് അവൻ ദരിദ്രനായി തീർന്നു. എന്തുകൊണ്ടെന്നാൽ ദരിദ്രരായ നമ്മൾ ധനികരാകാൻ വേണ്ടിയാണെന്ന് പറയുമ്പോൾ നിങ്ങൾ ആ സത്യത്തിൽ വിശ്വസിക്കുക. മത്തായി 15 നമുക്ക് വായിക്കാം. അവിടെ യേശു ആളുകളോട് സംസാരിക്കുകയാണ്, നിങ്ങൾ കാണിക്കാൻ വേണ്ടി പ്രവർത്തിക്കുന്നു, പക്ഷെ അവരുടെ മനസ്സിൽ ആ സത്യമില്ല. കപടഭക്തിക്കാരെ, നിങ്ങളെക്കുറിച്ച് യെശയ്യാവ്, ഈ ജനം അധരം കൊണ്ട് എന്നെ ബഹുമാനിക്കുന്നു, എങ്കിലും അവരുടെ ഹൃദയം എന്നെ വിട്ടകന്നിരിക്കുന്നു. മാനുഷ്യ കൽപ്പനകളായ ഉപദേശങ്ങളെ അവർ പഠിപ്പിക്കുന്നത് കൊണ്ട് എന്നെ വ്യർത്ഥമായി ഭജിക്കുന്നു എന്നിങ്ങനെ പ്രവചിച്ചത് ഒത്തിരിക്കുന്നു. ദൈവം എന്തിൻ്റെ അന്വേഷണത്തിലാണ്? അവൻ നിങ്ങളുടെ ഹൃദയം ആഗ്രഹിക്കുന്നു. എൻ്റെ പ്രിയരെ, അവൻ സത്യമായും നിങ്ങളുടെ ഹൃദയം ആഗ്രഹിക്കുന്നു. ആദം പാപം ചെയ്തപ്പോൾ, അതിനുശേഷം അവൻ്റെ സ്വന്തം കുഞ്ഞുങ്ങൾ അവൻ്റെ അടുത്ത് നിന്ന് പോയപ്പോൾ അവർ നഷ്ടപ്പെട്ടു പോയി. നിങ്ങൾ നമ്മുടെ ചാനലിൽ വചനങ്ങൾ കേൾക്കുന്നുണ്ടെങ്കിൽ ഞാൻ നിങ്ങളെ ഉത്സാഹിപ്പിക്കുകയാണ്. നിങ്ങൾ സൺഷിപ്പിൻ്റെ കുറിച്ചുള്ള ടീച്ചിങ് നിങ്ങൾ കേൾക്കുക. അതിൽ ഞാനൊരു ഉദാഹരണം പറഞ്ഞിരുന്നു. ഇതൊരു സിംഹത്തിനെ പോലെയാണ്. അതിൽ 2
കുഞ്ഞ് സിംഹങ്ങൾക്ക് ജന്മം നൽകി. അതിലൊരു ചെറിയ സിംഹക്കുഞ്ഞ് ആ പിതാവിൽ നിന്ന് അവന്റെ വലിയ സഹോദരനിൽ നിന്നും ദൂരെയായി മാറിപ്പോകുവാനിടയായി. കഴുതപ്പുലികൾ ആ മറ്റേ സിംഹക്കുഞ്ഞിനെ കൊണ്ടുപോകുവാനിടയായി. ആ സിംഹത്തിന്റെ കുഞ്ഞിന്റെ ഹൃദയത്തിൽ എല്ലാ തെറ്റുകളും പ്രശ്നങ്ങളുടെ വിത്ത് വിതയ്ക്കുവാനിടയായി. പിന്നെ ആ പിതാവ് ആ മറ്റേ മകനെ, ആ മൂത്ത ജ്യേഷ്ഠനെ, ആ നഷ്ടപ്പെട്ടു പോയ മകനെ വീണ്ടെടുക്കുവാൻ വേണ്ടി അയക്കുകയാണ്. ആ മൂത്ത സഹോദരൻ, ആ നഷ്ടപ്പെട്ടു പോയ സഹോദരനെ കാണുമ്പോൾ പറയുകയാണ്, ഇപ്പോൾ നിനക്ക് ഒന്നിന്റെയും പുറകെ പോകേണ്ട ആവശ്യമില്ല. എന്തുകൊണ്ടെന്നാൽ നീ രാജാവാണ്. എസെക്കിയേലിന്റെ പുസ്തകത്തിൽ എഴുതിയിരിക്കുകയാണ് 11:19, അവർ എന്റെ ചട്ടങ്ങളിൽ നടന്ന് എന്റെ വിധികളെ പ്രമാണിച്ച് ആചരിക്കേണ്ടതിന് ഞാൻ അവർക്ക് വേറൊരു ഹൃദയത്തെ നൽകുകയും പുതിയൊരു ആത്മാവിനെ അവരുടെ ഉള്ളിലാക്കുകയും ചെയ്യും. കല്ലായുള്ള ഹൃദയം ഞാൻ അവരുടെ ജഡത്തിൽ നിന്ന് നീക്കി മാംസമായുള്ള ഹൃദയം അവർക്ക് കൊടുക്കും. അവർ എനിക്ക് ജനമായും ഞാൻ അവർക്ക് ദൈവവുമായിരിക്കും. ഗലാത്യർ 2:20 എഴുതിയിരിക്കുകയാണ്, നിങ്ങൾ ഏത് നിമിഷം സ്വർഗരാജ്യത്തിലെത്തിയോ ആ നിമിഷം നിങ്ങളുടെ പഴയ മനുഷ്യൻ മരിച്ചുപോയി. ഇപ്പോൾ ക്രിസ്തുവാണ് നിങ്ങളിൽ ജീവിക്കുന്നത്. മുന്നോട്ട് നമുക്ക് വായിക്കാം. 2 കൊരിന്ത്യർ 8-ാം. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു സമ്പന്നനായിരുന്നിട്ടും അവന്റെ ദാരിദ്ര്യത്താൽ നിങ്ങൾ സമ്പന്നരാകേണ്ടതിന് നിങ്ങൾ നിമിത്തം ദരിദ്രനായി തീർന്ന കൃപ നിങ്ങൾ അറിയുന്നുവല്ലോ. നമ്മൾ ബൈബിൾ വായിക്കുമ്പോൾ ഏത് നിമിഷം ആദം പാപം ചെയ്തോ ദൈവം ഈ സൃഷ്ടികളെയും ശപിക്കുവാനിടയായി. ദൈവം ആദമിനല്ല ശാപം കൊടുത്തത്, ആ പാമ്പിനെ ശപിച്ചു. എന്നിട്ട് പറഞ്ഞു, നിന്നിലൂടെ ഈ ഭൂമി ശപിക്കപ്പെട്ടിരിക്കുന്നു. ഇപ്പോൾ ഈ സൃഷ്ടികൾ എല്ലാം ശാപത്തിന് കീഴിലായിരിക്കുമ്പോൾ ആദമിന് ഈ ഭൂമിയിൽ അവന് വിളവിന് വേണ്ടി കഷ്ടപ്പെടേണ്ടി വരുന്നു. അവനവന്റെ വിയർപ്പിൽ നിന്ന് അവന് ഭക്ഷണം ലഭിക്കുകയുള്ളൂ. ഈ ശാപം അത് മുഴുവൻ മനുഷ്യരുടെയും മുകളിൽ വരുവാനിടയായി. അതുകൊണ്ട് നമ്മൾ കർത്തൃമേശ സ്വീകരിക്കുമ്പോൾ അതൊരടയാളമാണ്. അതിൽ നമ്മൾ പറയും, നമ്മൾ ഈ മാംസത്തിൽ നിന്നും ശരീരത്തിൽ നിന്നും ഭാഗവാക്കാകുമ്പോൾ നമ്മൾ അറിയുകയാണ് നമ്മൾ വേർപെടുത്തിയിരിക്കുന്നവരാണ്. നമ്മൾ നമ്മുടെ അറിവിൽ ഒരിക്കലും ദോഷം നിരൂപിക്കരുത്. നമ്മൾ വിശുദ്ധരാവേണ്ടതുണ്ട് എന്ന്. നിങ്ങൾ വീണ്ടും ജന്മം പ്രാപിച്ചപ്പോൾ നിങ്ങൾ വിശുദ്ധിയിലാണ് വീണ്ടും ജന്മം പ്രാപിച്ചത് എന്നുള്ളതാണ് സത്യം. നമ്മൾ കർത്തൃമേശ എടുക്കുമ്പോൾ ഇത് ഓർമ്മയാണ്, ഇത് നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ്. ഇപ്പോൾ നമ്മൾ യേശു ക്രിസ്തുവുമായി ഒന്നാണ്. ഇതൊരു ഓർമ്മപ്പെടുത്തലാണ്. ഇതിൽ പറയുകയാണ് നമ്മൾ ഈ പുതിയ നിയമത്തിലാണ് ഇപ്പോൾ. ഇതിന്റെ അർത്ഥം ഇതാണ്, യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റതിലൂടെ ഇപ്പോൾ ഞാൻ ദോഷം നിരൂപിക്കുന്ന ഹൃദയം യേശു ക്രിസ്തുവിന്റെ രക്തത്തിലൂടെ അതെല്ലാം മാറ്റപ്പെട്ടിരിക്കുന്നു. ഇപ്പോൾ നമ്മൾ ആദമിൽ നിന്നുള്ളവരല്ല, ഇപ്പോൾ നമ്മൾ ക്രിസ്തുവിലാണ്. എല്ലാ കാര്യങ്ങളിലും പ്രവർത്തികളിലും നിങ്ങൾ നിങ്ങളെ തന്നെ ഈ ലോകത്തിന്റെ കാര്യങ്ങളിൽ നിന്ന് വേർപെട്ടവരായി കാണുക. നമ്മൾ എങ്ങനെയാണ് നമ്മളെ വേർപെടുത്തുന്നത്? നമ്മൾ ആ സത്യത്തിലൂടെ തന്നെത്താൻ നമ്മളെ വേർപെടുത്തുക. ആ സത്യം നിങ്ങൾ അറിയുമ്പോൾ സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കും. പിന്നെ നിങ്ങൾക്ക് പറയുവാൻ സാധിക്കും, മറ്റുള്ളവർക്കുണ്ടാകാം, പക്ഷെ അത് എനിക്കുണ്ടാകുകയില്ല. അങ്ങനെ പറഞ്ഞ് നിങ്ങൾ നിങ്ങളെ തന്നെ വിശുദ്ധരായും നിങ്ങളെ തന്നെ വ്യത്യസ്തരാക്കുകയും ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ദൈവം നിങ്ങൾക്ക് അങ്ങനെയുള്ള അനുഭവങ്ങൾ തരുന്നത്. ഈ ദാരിദ്ര്യം എവിടെ നിന്നാണ് വന്നത്? അത് ശാപത്തിലൂടെയാണ് വന്നത്, പാപത്തിലൂടെയാണ് വന്നത്. ആ പാപത്തിൽ നിന്നും മരണത്തിൽ നിന്നുമാണ് അത് വന്നത്. പാപമുണ്ടെങ്കിൽ മരണവുമുണ്ട്. ഇപ്പോൾ ആ മേഖലയിൽ നിന്ന് യേശു ക്രിസ്തു എന്നെ വിടുവിച്ചു. എന്തുകൊണ്ടെന്നാൽ വചനത്തിൽ എഴുതിയിരിക്കുന്നു, അവൻ ധനികനായിരുന്നിട്ടും എനിക്ക് വേണ്ടി ദരിദ്രനായി തീർന്നു. എന്തുകൊണ്ടെന്നാൽ അവൻ ദരിദ്രനായി തീർന്ന കൃപയാൽ ഞാൻ സമ്പന്നനാകേണ്ടതിന്. ഇതാണ് ആ സത്യത്തിന്റെ അടിസ്ഥാനം. അത് എന്തിൽ അധിഷ്ഠിതമായിരിക്കുന്നു? ഒരു പുത്രന് അവന്റെ അവകാശങ്ങളും സമ്പത്തും എന്തുകൊണ്ട് ലഭിക്കണം? അത് എന്തിൽ അധിഷ്ഠിതമാണ്? അത് യേശു ക്രിസ്തുവിന്റെ രക്തത്തിൽ അധിഷ്ഠിതമാണ്. യേശു ക്രിസ്തു ക്രൂശിൽ പോയി അവന്റെ വിലപ്പെട്ട രക്തം എനിക്കും നിങ്ങൾക്കും വേണ്ടി ഒഴുക്കി. ആ രക്തത്തിലൂടെ നമ്മൾ പഠിച്ചു അവകാശങ്ങൾ രക്തത്തിലൂടെയാണ് ലഭിക്കുന്നതെന്ന്. എല്ലാം നിങ്ങളുടെ ജീവിതത്തിൽ ലഭിക്കുന്നത് നിങ്ങളുടെ വിടുതലാണെങ്കിലും നിങ്ങളുടെ സമ്പത്തിന്റെ മേഖലയിലാണെങ്കിലും അതെല്ലാം നിങ്ങളുടെ അവകാശങ്ങളെല്ലാം രക്തത്തിലൂടെയാണ് ലഭിക്കുന്നത്. മുന്നോട്ട് നമുക്ക് നോക്കാം. ലൂക്കാസ് 22-ാം അധ്യായം. ഇവിടെ യേശു ഗെത്സമനയുടെ തോട്ടത്തിൽ ക്രൂശിൽ പോകുന്നതിന് മുമ്പ് ഇവിടെ പ്രാർത്ഥിക്കുകയാണ്. അവിടെ എഴുതിയിരിക്കുകയാണ്, പിന്നെ അവൻ പ്രാണവേദനയിലായ അതിശ്രദ്ധയോടെ പ്രാർത്ഥിച്ചു. അവന്റെ വിയർപ്പ് നിലത്ത് വീഴുന്ന വലിയ ചോരത്തുള്ളി പോലെയായി. നമ്മൾ കണ്ടു, ഏദൻ തോട്ടത്തിൽ ദൈവം ശാപം കൊടുക്കുകയാണ്. ആദം അവന്റെ വിയർപ്പിലൂടെ അവൻ ഭൂമിയുടെ നിന്നുള്ള സമ്പത്ത് അവന് ലഭിക്കുമെന്ന് വചനത്തിൽ എഴുതിയിരിക്കുകയാണ്. അവന്റെ വിയർപ്പ് എങ്ങനെയാണ് രക്തത്തുള്ളികൾ, വലിയ രക്തത്തുള്ളികൾ ആയി വീഴുവാനിടയായി. ഒരു എക്സ്ചേഞ്ച്, അവിടെ ഒരു മാറ്റം നടക്കുകയാണ്.
ആ വിയർപ്പ് യേശു ക്രിസ്തു സ്വന്തം രക്തത്തിലൂടെയാണ് നൽകിയത്. ഇപ്പോൾ എല്ലാം നിങ്ങൾക്ക് രക്തത്തിലൂടെയാണ് ലഭിക്കുന്നത്. അതുകൊണ്ട് യേശു ക്രിസ്തു ആ മുള്ള കിരീടം ധരിച്ചു. എല്ലാ ചിന്തകളും നിങ്ങൾ ചിന്തിക്കുന്നതിന് വേണ്ടി, നിങ്ങൾ കൈകൊണ്ട് പ്രവർത്തിക്കുമ്പോൾ എവിടെയൊക്കെ സഞ്ചരിക്കുന്നോ അവന്റെ കൈയിൽ ആണികൾ, കാലിൽ ആണികൾ, എല്ലാ കാര്യത്തിനു വേണ്ടിയും വിടുതൽ ലഭിക്കുവാനിടയായി. അതുകൊണ്ട് കുരിശ് എന്ന് പറയുന്നത് നമ്മൾക്കൊരു ഒരു വിഗ്രഹത്തിന്റെ രൂപത്തിലല്ല, അത് നമ്മൾക്കൊരു തിരിച്ചറിവാണ്. ഞാൻ ആ തിരിച്ചറിവിലൂടെ ആ ക്രൂശിനെ നോക്കുമ്പോൾ എൻ്റെ എല്ലാം, എൻ്റെതായിരുന്നതെല്ലാം അത് ക്രൂശിൽ പോയി. യേശു ക്രിസ്തു ക്രൂശിൽ പോയപ്പോൾ ഞാനും ക്രൂശിൽ കയറി. യേശു ഉയർത്തെഴുന്നേറ്റപ്പോൾ അതുപോലെ ഞാനും നിങ്ങളും ഉയർത്തെഴുന്നേറ്റു. യേശു ക്രിസ്തു എൻ്റെ വിടുതലിന് വേണ്ടി അതെല്ലാം ചെയ്തു. അവന്റെ രക്തത്തിലൂടെ ഇപ്പോൾ ഞാൻ ആ വിടുതലിൽ ജീവിക്കുകയാണ്. അതാണ് ഈ സത്യത്തിന്റെ അടിസ്ഥാനം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാണ്: നിങ്ങൾ എന്തിനാണ് ധനികരാകേണ്ടത്? നിങ്ങൾ അധികം കൊടുക്കുന്നത് കൊണ്ടല്ല. എല്ലാ അവകാശങ്ങളും നമുക്ക് രക്തത്തിലൂടെയാണ് ലഭിക്കുന്നത്. മുന്നോട്ട് നമുക്ക് വായിക്കാം. ഗലാത്യർ 3-ാം അധ്യായം. എന്നാൽ നിങ്ങൾക്ക് ആത്മാവിനെ നൽകി നിങ്ങളുടെ ഇടയിൽ വീര്യപ്രവർത്തികളെ ചെയ്യുന്നവൻ ന്യായപ്രമാണത്തിന്റെ പ്രവൃത്തിയാലോ വിശ്വാസത്തിന്റെ പ്രസംഗത്താലോ അങ്ങനെ ചെയ്യുന്നത്. അബ്രഹാം ദൈവത്തിൽ വിശ്വസിച്ചു, അതവന് നീതിയായി കണക്കിട്ടു എന്നുണ്ടല്ലോ. അതുകൊണ്ട് വിശ്വാസികൾ എത്രേ അബ്രഹാമിന്റെ മക്കൾ എന്നറിയുവിൻ. എന്നാൽ ദൈവം വിശ്വാസം മൂലം ജാതികളെ നീതീകരിക്കുന്നു എന്ന് തിരുവെഴുത്ത് മുൻകണ്ടിട്ട് നിന്നിൽ സകല ജാതികളും അനുഗ്രഹിക്കപ്പെടുമെന്നുള്ള സുവിശേഷം അബ്രഹാമിനോട് മുൻപ് കൂട്ടി അറിയിച്ചു. അങ്ങനെ വിശ്വാസികൾ വിശ്വാസിയായ അബ്രഹാമിനോടുകൂടെ അനുഗ്രഹിക്കപ്പെടുന്നു. ഞാൻ നിങ്ങളെ ഉത്സാഹിപ്പിക്കുകയാണ്. നിങ്ങൾ ഗലാത്യർ 3-ാം അധ്യായം മുഴുവൻ വായിക്കണം. നിങ്ങൾ അറിയണം എന്തുകൊണ്ടാണ് ആളുകൾ ബുദ്ധിമുട്ടിലായിരിക്കുന്നത്. ആദം ഒരു ശാപത്തിന്റെ മേഖലയിൽ വീഴുവാനിടയായി. ഭൂമി എന്ന് പറയുന്നത് അത് ശാപത്തിലായിരുന്നു. അതുകൊണ്ട് ആദം പരിശ്രമിച്ചുകൊണ്ടിരുന്നു. അവന്റെ പ്രവൃത്തികളിലൂടെ അവൻ ദൈവത്തിന്റെ കണ്ണിൽ അവൻ നന്മ അന്വേഷിച്ചുകൊണ്ടിരുന്നു. വചനത്തിൽ എഴുതിയിരിക്കുകയാണ്, ന്യായപ്രമാണത്തിന് കീഴിലുള്ളവർ ശാപത്തിന് കീഴാണ് എന്ന്. നിങ്ങൾ ആദ്യം അറിയേണ്ട സത്യം, നിങ്ങൾക്ക് ധനികരാകേണ്ട കാരണം ഇതാണ്. അതിതാണ്, ധനികർ നിങ്ങൾ യേശുക്രിസ്തുവിന്റെ രക്തത്തിലൂടെ ആയിരിക്കുകയാണ്. കൊടുക്കേണ്ട കാര്യം അത് പിന്നെ നിങ്ങളുടെ തിരിച്ചറിവിലൂടെ വരികയാണ്. ഞാൻ നിങ്ങളോട് പറഞ്ഞതുപോലെ ആദ്യം നിങ്ങൾ സത്യത്തിൽ വിശ്വസിക്കുക, പിന്നെ എല്ലാ കാര്യങ്ങളും ആ സത്യവുമായി ഒത്തുപോകുവാൻ തുടങ്ങും. ചിലപ്പോൾ നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് നോക്കുമ്പോൾ അതിലൊന്നുമില്ലായിരിക്കാം. ഞാൻ എന്നാലും നിങ്ങളോട് പറയുന്നു, നിങ്ങൾ വിശ്വസിക്കൂ, നിങ്ങൾ ധനികരാണ്. എന്തുകൊണ്ടെന്നാൽ ദൈവത്തിന്റെ വചനത്തിൽ വിശ്വസിക്കുന്നതിലൂടെ നമ്മൾ നമ്മുടെ ചുറ്റുമുള്ള കാര്യങ്ങൾ നോക്കിയല്ല വിശ്വസിക്കുന്നത്, നമ്മൾ വിശ്വസിക്കുകയാണ്. ഇതാണ് സത്യം എന്നെയും നിങ്ങളെയും കുറിച്ചുള്ളത്. ഞാൻ തുടക്കം മുതൽ ഞാൻ വിശ്വസിച്ചിരുന്നു ഞാൻ ധനികയാണ്, എൻ്റെ കയ്യിൽ ഒന്നുമില്ലായിരുന്നപ്പോഴും. എന്തുകൊണ്ടെന്നാൽ ഞാൻ വിശ്വസിച്ചിരുന്നു ഞാൻ എപ്പോഴും അതുകൊണ്ട് കൊടുക്കുന്നവളായി തീരുവാനിടയായി. എനിക്കൊരു സുഹൃത്തുണ്ട് ഇങ്ങനെയുള്ള. അവളുടെ ജീവിതത്തെ വളരെ ധനികയായിട്ടാണ് അവൾ ജീവിക്കുന്നത്. അവളുടെ കയ്യിൽ വളരെയധികം ധനമില്ലായിരിക്കാം, പക്ഷെ അവൾ എപ്പോഴും എല്ലാ ദിവസവും അവൾ ഏറ്റുപറയാനിടയായി തീരും, ഇന്ന് എനിക്ക് വേണ്ടി ഉള്ളതെല്ലാം. അത് പല പല സ്ഥലങ്ങളിൽ അവൾ പോകാറുണ്ട്. ചിലപ്പോൾ നമ്മൾ അവിടെ അടുത്തിരിക്കുമ്പോൾ അവളുടെ കയ്യിൽ ബാങ്ക് അക്കൗണ്ടിൽ അധികം പൈസ ഉണ്ടാവുകയില്ല. ചിലപ്പോൾ മറ്റു ആളുകളുടെ കയ്യിൽ ഉണ്ടാവാം. എന്നാലും അവർ ആ പിശുക്കിൽ ആ കുറവിലാണ് ജീവിക്കുന്നത്. മുന്നോട്ട് എഴുതിയിരിക്കുകയാണ് 10-ാം വാക്യം മുതൽ, എന്നാൽ ന്യായപ്രമാണത്തിന്റെ പ്രവൃത്തിയിൽ ആശ്രയിക്കുന്ന ഏവരും ശാപത്തിന് കീഴാകുന്നു. ന്യായപ്രമാണ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നതൊക്കെയും ചെയ്യുവാൻ തക്കവണ്ണം അതിൽ നിലനിൽക്കാത്തവനെല്ലാം ശപിക്കപ്പെട്ടവൻ എഴുതിയിരിക്കുന്നുവല്ലോ. എന്നാൽ ന്യായപ്രമാണത്താൽ ആരും ദൈവസന്നിധിയിൽ നീതീകരിക്കപ്പെടുന്നില്ല എന്നത് സ്പഷ്ടം. നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കുമെന്നല്ല ഉള്ളത്. ന്യായപ്രമാണത്തിനോ വിശ്വാസമല്ല ആധാരമായിരിക്കുന്നത്, അത് ചെയ്യുന്നവൻ അതിനാൽ ജീവിക്കുമെന്നുണ്ടല്ലോ. മരത്തിന്മേൽ തൂങ്ങുന്നവനെല്ലാം ശപിക്കപ്പെട്ടവനെന്ന് എഴുതിയിരിക്കുന്നത് പോലെ ക്രിസ്തു നമുക്ക് വേണ്ടി ശാപമായി തീർന്നു. ന്യായപ്രമാണത്തിന്റെ ശാപത്തിൽ നിന്ന് നമ്മെ വിലയ്ക്ക് വാങ്ങി അബ്രഹാമിന്റെ അനുഗ്രഹം ക്രിസ്തുയേശുവിൽ ജാതികൾക്ക് വരേണ്ടതിന് നാം ആത്മാവെന്ന വാഗ്ദത്ത വിശ്വാസത്താൽ പ്രാപിപ്പാൻ തന്നെ. ഇന്ന് നമ്മൾക്ക് കാണാം അബ്രഹാമിനെ കുറിച്ച്. ഇപ്പോൾ പരിശുദ്ധാത്മാവ് എന്നിലാണ് വസിക്കുന്നത്. ക്രിസ്തുയേശുവിലെ വിശ്വാസത്താൽ നിങ്ങൾ എല്ലാവരും ദൈവത്തിന്റെ മക്കളാകുന്നു. ക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനമേറ്റിരിക്കുന്ന നിങ്ങൾ എല്ലാവരും ക്രിസ്തുവിനെ ധരിച്ചിരിക്കുന്നു. അതിൽ യഹൂദനും യവനനും എന്നില്ല, ദാസനും സ്വതന്ത്രനും എന്നില്ല, ആണും പെണ്ണും എന്നില്ല. നിങ്ങളെല്ലാവരും ക്രിസ്തുയേശുവിലൊന്നത്രേ. ക്രിസ്തുവിനുള്ളവരെങ്കിലോ നിങ്ങൾ അബ്രഹാമിന്റെ സന്തതിയും വാഗ്ദത്ത പ്രകാരം അവകാശികളുമാകുന്നു. നിങ്ങൾ എല്ലാവരും ക്രിസ്തുവിനുള്ളവരാണോ? ക്രിസ്തുവിനുള്ളവരെങ്കിലോ നിങ്ങൾ അബ്രഹാമിന്റെ സന്തതിയും വാഗ്ദത്ത പ്രകാരം അവകാശികളുമാകുന്നു. മുന്നോട്ട് നമുക്ക് അബ്രഹാമിന്റെ ജീവിതത്തിൽ നിന്ന് നമുക്ക് കുറച്ച് കാര്യങ്ങൾ പഠിക്കാം. അബ്രഹാം ആ സമയത്തായിരുന്നു ജീവിച്ചിരുന്ന. ആ സമയത്ത്
നിയമമില്ലായിരുന്നു. ചിലര് എന്നോട് സംസാരിക്കാറുണ്ട്, ദശാംശം പ്രിയ അത് പഴയ നിയമത്തിന്റെ അത് ഒരു വാഗ്ദത്തമല്ലേ എന്ന്. ഞാനിവിടെ അബ്രഹാമിന്റെ ജീവിതത്തിൽ നിന്ന് നിങ്ങൾക്ക് വേണ്ടി വായിക്കാൻ ആഗ്രഹിക്കുകയാണ്. അബ്രഹാം അവന്റെ ജീവിതത്തിൽ ന്യായപ്രമാണം വരുന്നതിന് വളരെ മുൻപായിരുന്നു. അബ്രഹാം നോഹയുടെ വംശത്തിൽ നിന്നുള്ളതായിരുന്നു. മുന്നോട്ട് നമുക്ക് വചനത്തിൽ നിന്ന് വായിക്കാം. ഉൽപ്പത്തി പുസ്തകത്തിൽ നിന്നും അതിന്റെ 12-ാം അധ്യായം. ഇവിടെ അബ്രഹാമിനെ വിളിക്കുന്നതിനെ കുറിച്ചുള്ള വർണ്ണനയാണുള്ളത്. യഹോവ അബ്രഹാമിനോട് അരുളി ചെയ്തത് എന്തെന്നാൽ, നീ നിന്റെ ദേശത്തെയും ചാർച്ചക്കാരെയും പുത്രഭവനത്തെയും വിട്ടു പുറപ്പെട്ട് ഞാൻ നിന്നെ കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് പോകാം. ഞാൻ നിന്നെ വലിയൊരു ജാതിയാക്കും. ശ്രദ്ധിച്ചു വായിക്കുക. ഞാൻ നിന്നെ വലിയൊരു ജാതിയാക്കും, നിന്നെ അനുഗ്രഹിച്ച് നിന്റെ പേർ വലുതാക്കും, നീ ഒരു അനുഗ്രഹമായിരിക്കും. എന്തായിരുന്നു ആദ്യം വന്നത്? അത് അനുഗ്രഹമായിരുന്നു അവന് ലഭിച്ചത്. നിന്നെ അനുഗ്രഹിക്കുന്നവരെ ഞാൻ അനുഗ്രഹിക്കും, നിന്നെ ശപിക്കുന്നവരെ ഞാൻ ശപിക്കും. നിന്നിൽ ഭൂമിയിലെ സകല വംശങ്ങളും അനുഗ്രഹിക്കപ്പെടും. യഹോവ തന്നോട് കൽപ്പിച്ചതുപോലെ അബ്രഹാം പുറപ്പെട്ടു. ലോത്തും അവനോടുകൂടെ പോയി. ഈ ലോത്ത് ആരായിരുന്നു? ഞാൻ ഈ അധ്യായം വായിച്ചപ്പോൾ ദൈവം എനിക്ക് വളരെയധികം വെളിപ്പാടുകൾ നൽകുവാനിടയായി. അബ്രഹാം അവന്റെ വിശ്വാസത്തിലൂടെ നീതിമാനായി തീർന്നു. ലോത്ത് ആരായിരുന്നു? അവന്റെ സഹോദരന്റെ പുത്രനായിരുന്നു. പക്ഷെ ഇത് വളരെ അത്ഭുതകരമായ കാര്യമാണ്. ലോത്തും അബ്രഹാമും അവരുടെ ജീവിതം അത് രണ്ടും വളരെ വ്യത്യസ്തമായിരുന്നു. ഒരാൾ വളരെ അനുഗ്രഹിക്കപ്പെട്ട വ്യക്തിയായിരുന്നു, മറ്റേ വ്യക്തി അവനിൽ നിന്നെല്ലാം എടുക്കപ്പെടുവാനിടയായി. ഞാൻ നിങ്ങളെ കാണിക്കാൻ ആഗ്രഹിക്കുന്നു എങ്ങനെയാണ് ഒരു പുത്രന്റെ കയ്യിൽ വളരെ അനുഗ്രഹവും മറ്റൊരു പുത്രന്റെ കയ്യിൽ ഉണ്ടായിരുന്നത് കൂടെ എടുക്കപ്പെട്ടത് എങ്ങനെയാണെന്ന്. മുന്നോട്ട് നമുക്ക് ഈ കാര്യങ്ങൾ അബ്രഹാമിന്റെ ജീവിതത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാം. അബ്രഹാമിനോട് ദൈവം സ്വന്തം ദേശമിട്ട് അങ്ങ് നീ അറിയാത്ത ഒരു ദേശത്തേക്ക്, അവൻ്റേതല്ലാത്ത ഒരു ദേശത്തേക്ക് പോകാൻ പറഞ്ഞപ്പോൾ കനാൻ ദേശത്തേക്ക് അവൻ പോകുവാനിടയായി. ദൈവത്തിന്റെ വാക്ക് കേട്ട് അവൻ ആ സ്ഥലത്തേക്ക് പോകുമ്പോൾ അവൻ ഒരു സ്ഥലത്ത് അവൻ കൂടാരം അടിക്കുകയാണ്. മുന്നോട്ട് നമുക്ക് വചനത്തിൽ നിന്ന് വായിക്കാം. ഇവിടെ 7-ാം വാക്യത്തിൽ എഴുതിയിരിക്കുകയാണ്, യഹോവ അബ്രഹാമിന് പ്രത്യക്ഷനായി നിന്റെ സന്തതിക്ക് ഞാൻ ഈ ദേശം കൊടുക്കുമെന്ന് അരുളി ചെയ്തു. മുന്നോട്ട് എഴുതിയിരിക്കുകയാണ്, അവർ കനാനിൽ എത്തുമ്പോൾ അവൻ അവിടെ ഒരു ദൈവത്തിന് വേണ്ടി ഒരു യാഗപീഠം ഒരുക്കുകയാണ്. നിങ്ങൾക്കറിയാമോ യാഗപീഠം എന്താണെന്ന്? യാഗപീഠം അങ്ങനെയുള്ള ഒരു സ്ഥലമാണ്. അവിടെ യാഗം കഴിക്കുവാൻ വേണ്ടി ഒരുക്കുന്ന ഒരു സ്ഥലമാണ്. അതുപോലെ നോഹ പെട്ടകത്തിൽ നിന്ന് വെളി വരുമ്പോഴും ദൈവത്തിന് വേണ്ടി അവിടെ ഒരു യാഗപീഠം പണിതിട്ട് ഒരു മൃഗത്തെയോ പക്ഷിയെ അവിടെ യാഗം കഴിക്കുകയാണ്. വചനത്തിൽ എഴുതിയിരിക്കുകയാണ്, അതിന്റെ സുഗന്ധം ശ്വസിച്ചിട്ട് ദൈവം സന്തോഷിച്ച് പറയുകയാണ്, ഇനി ഈ ഭൂമിയെ ഞാൻ ശപിക്കയില്ല എന്ന്. അബ്രഹാം എന്താണ് ചെയ്തത്? ഞാൻ നിങ്ങളോട് പറഞ്ഞു, പഴയ നിയമം അത് ഒരു വരാനിരുന്നവയുടെ നിഴലായിട്ടാണ് കാണിച്ചിരിക്കുന്നതെന്ന്. അബ്രഹാം എന്താണ് ചെയ്തത്? അവന്റെ ബന്ധം എന്ന് പറയുന്നത് അത് രക്തത്തിലൂടെയായിരുന്നു. അവന്റെ ഭാര്യ സാറായോട് അവൻ പറയുകയാണ്, നീ പറയണം, നീ എൻ്റെ സഹോദരിയാണെന്ന് പറയണം. എന്തുകൊണ്ടെന്നാൽ ഫറവോൻ എന്നെ മനസ്സിലാവുകയാണ് നീ എൻ്റെ ഭാര്യയാണ് എന്ന്. അപ്പോൾ അവൻ എന്നെ കൊല്ലുവാനിടയാകും. ഫറവോൻ അബ്രഹാമിന്റെ ഭാര്യയെ കൊണ്ട് പോകുമ്പോൾ 17-ാം വാക്യത്തിൽ എഴുതിയിരിക്കുകയാണ്, യഹോവ ഫറവോനെ അവന്റെ കുടുംബത്തെ അബ്രഹാമിന്റെ ഭാര്യ സാറയെ മുഖാന്തരം വളരെ കഷ്ടതയിലാക്കിയെന്ന്. മുന്നോട്ട് വചനത്തിൽ എഴുതിയിരിക്കുകയാണ്, അപ്പോൾ ഫറവോൻ അബ്രഹാമിനെ വിളിച്ചു, നീ എന്നോട് ഈ ചെയ്തതെന്ത്? ഇവൾ നിന്റെ ഭാര്യ എന്ന് എന്നെ അറിയിക്കാഞ്ഞതെന്ത്? അവൾ എൻ്റെ സഹോദരി എന്ന് എന്തിനു പറഞ്ഞു? ഞാൻ അവളെ ഭാര്യയായിട്ട് എടുപ്പാൻ സംഗതി വന്നു പോയല്ലോ. ഇപ്പോൾ ഇതാ നിന്റെ ഭാര്യ, അവളെ കൂട്ടിക്കൊണ്ടു പോക എന്ന് പറഞ്ഞു. ഫറവോൻ അവനെക്കുറിച്ച് തന്റെ ആളുകളോട് കൽപ്പിച്ചു. അവർ അവനെയും അവന്റെ ഭാര്യയും അവനുള്ള സകലവുമായി പറഞ്ഞയച്ചു. നിങ്ങൾക്ക് അബ്രഹാമിന്റെ ജീവിതത്തിൽ കാണാൻ സാധിക്കുന്നുണ്ടോ ഒരു സ്വർഗീയ സുരക്ഷിതത്വം ദൈവത്തിൽ നിന്നുള്ളത് അബ്രഹാമിന്റെ എല്ലാ കാര്യങ്ങൾക്കും മുകളിലും ഉണ്ടായിരുന്നത്? ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുകയാണ്, പുത്രന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് നമ്മൾ അവന്റെ രക്തത്തിലൂടെയുള്ള സന്തതിയാണ്. മുന്നോട്ട് നമുക്ക് വചനത്തിൽ നിന്ന് വായിക്കാം. ഉൽപ്പത്തി 13-ാം അധ്യായത്തിൽ നിന്ന്, ഇങ്ങനെ അബ്രഹാമും ഭാര്യയും അവനുള്ളതൊക്കെയും അവനോടുകൂടെ ലോത്തും മിസ്രൈമിൽ നിന്ന് പുറപ്പെട്ട് തെക്കേ ദേശത്ത് വന്നു. കന്നുകാലി, വെള്ളി, പൊന്ന് ഈ വകയിൽ അബ്രഹാം ബഹുസമ്പന്നനായിരുന്നു. എഴുതിയിരിക്കുകയാണ് അബ്രഹാം വളരെ ധനികനായിരുന്നുവെന്ന്. പക്ഷേ ദശാംശം അബ്രഹാം കൊടുക്കുന്നത് അടുത്ത വരാനുള്ള അധ്യായത്തിൽ നമുക്ക് വായിക്കാം. അബ്രഹാം ധനികനാണ്. ദശാംശം കൊടുക്കുന്നതിന് മുമ്പ് തന്നെ ഞാൻ എന്താണ് നിങ്ങൾ കാണണമെന്ന് ആഗ്രഹിക്കുന്നത്? മുന്നോട്ട് എഴുതിയിരിക്കുകയാണ്, അവൻ തന്റെ യാത്രയിൽ
തെക്ക് നിന്ന് ബഥേൽ വരെയും ബഥേലിനും ഹായിക്കും മധ്യേ തനിക്ക് ആദിയിൽ കൂടാരം ഉണ്ടായിരുന്നതും താൻ ആദിയിൽ ഉണ്ടാക്കിയ യാഗപീഠം വരുന്നതുമായ സ്ഥലം വരെയും ചെന്നു. നമ്മൾ എന്താണ് കാണുന്നത്? അബ്രഹാം മിസ്രൈമിൽ നിന്നും വരികയാണ്. അവിടെ ക്ഷാമം ഉണ്ടായിരുന്നു. അവിടുന്ന് മിസ്രൈമിൽ നിന്ന് ഫറവോൻ അവനെ പഴയ സ്ഥലത്തേക്ക് വിടുകയാണ്, അവൻ കൂടാരം അടിച്ചിരുന്ന സ്ഥലത്തേക്ക്. വചനം പറയുകയാണ് അബ്രഹാം ധനികനായിരുന്നുവെന്ന്. കന്നുകാലികളാണെങ്കിലും കൂറ്റന്മാരാണെങ്കിലും അത് എല്ലാ രൂപത്തിലും അത് നിറവിനോടെ സമ്പന്നനായിരുന്നു. മുന്നോട്ട് നമുക്ക് വായിക്കാം. അഞ്ചാം വാക്യം മുതൽ. അബ്രഹാമിനോട് കൂടെ വന്ന ലോത്തിനും ആടുമാടുകളും കൂടാരങ്ങളും ഉണ്ടായിരുന്നു. അവർ ഒന്നിച്ച് പാർപ്പാൻ തക്കവണ്ണം ദേശത്തിന് അവരെ വഹിച്ചുകൂടാഞ്ഞു. സമ്പത്ത് വളരെ ഉണ്ടായിരുന്നത് കൊണ്ട് അവർക്ക് ഒന്നിച്ച് പാർപ്പാൻ കഴിഞ്ഞില്ല. ഇവിടെ വചനം പറയുകയാണ് അബ്രഹാം ധനികനായിരുന്നു, ലോത്തും വളരെ ധനമുള്ളവനായിരുന്നു എന്ന്. ഇത്രയധികം ധനികരായിരുന്നു, അവർക്ക് ഒരുമിച്ച് താമസിക്കാൻ സ്ഥലം ഇല്ലായിരുന്നു. മുന്നോട്ട് വചനത്തിൽ എഴുതിയിരിക്കുകയാണ് അബ്രഹാമിന്റെ കന്നുകാലികളുടെ ഇടയന്മാർക്കും ലോത്തിന്റെ കന്നുകാലികളുടെ ഇടയന്മാർക്കും തമ്മിൽ പിണക്കമുണ്ടായി. മുന്നോട്ട് 8-ാം വാക്യത്തിൽ എഴുതിയിരിക്കുന്നു അതുകൊണ്ട് അബ്രഹാം ലോത്തിനോട് എനിക്കും നിനക്കും എന്റെ ഇടയന്മാർക്കും നിന്റെ ഇടയന്മാർക്കും തമ്മിൽ പിണക്കമുണ്ടാകരുതേ, നാം സഹോദരന്മാരല്ലോ. നമുക്ക് വചനത്തിൽ കാണാൻ സാധിക്കും അബ്രഹാം ലോത്തിനോട് സംസാരിക്കുകയാണ്. അവനോട് പറയുകയാണ് നീ ഏത് സ്ഥലം നിനക്ക് കാണുന്നത് നിനക്ക് ഇഷ്ടമുള്ളത് എടുക്കാം. നീ ഇടത്തോട്ട് പോവുകയാണെങ്കിൽ ഞാൻ വലത്തോട്ട് പോയിക്കോളാം. ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും അബ്രഹാം തനിക്ക് വേണ്ടി തിരഞ്ഞെടുക്കുകയല്ല, ലോത്തിനോട് പറയുകയാണ് നീ ഇഷ്ടമുള്ളത് നീ തിരഞ്ഞെടുക്കുക, എന്തെങ്കിലും ബാക്കി വരുന്നത് ഞാൻ എടുക്കാമെന്ന്. മുന്നോട്ട് നമുക്ക് വചനത്തിൽ നിന്ന് കാണാൻ സാധിക്കും ലോത്തിന്റെ തല എങ്ങനെയാണ് ചിന്തിക്കുന്നതെന്ന്. അവൻ യോർദാൻ അരികെയുള്ള പ്രദേശമെല്ലാം തിരഞ്ഞെടുത്ത് ഇങ്ങനെ ലോത്ത് കിഴക്കോട്ട് യാത്രയായി. അവർ തമ്മിൽ പിരിഞ്ഞു. അബ്രഹാം കനാൻ ദേശത്ത് പാർത്തു. ലോത്ത് ആ പ്രദേശങ്ങളിലെ പട്ടണങ്ങളിൽ പാർത്ത് സോദോം വരെ കൂടാരം നീക്കി അടിച്ചു. ലോത്ത് എന്താണ് ചെയ്തത്? അവന്റെ സ്ഥലം തിരഞ്ഞെടുത്തത് അവന് കണ്ടതിൽ അതിനനുസരിച്ചാണ് അവൻ ചെയ്തത്. അവൻ കണ്ടു ഈ ദേശം ഈ സ്ഥലം വളരെ നല്ലതാണ് എന്ന് കണ്ടിട്ട് ഇതെനിക്ക് തിരഞ്ഞെടുക്കണമെന്ന് പറഞ്ഞ് ബാക്കിയുള്ളത് അബ്രഹാമിന് ഇരിക്കട്ടെ എന്ന് അവൻ വിചാരിച്ചു. ലോത്ത് അബ്രഹാമിനെ വിട്ടുപിരിഞ്ഞ ശേഷം യഹോവ അബ്രഹാമിനോട് അരുളി ചെയ്തത് തല പൊക്കി ഇരിക്കുന്ന സ്ഥലത്ത് നിന്ന് വലത്തോട്ടും തെക്കോട്ടും കിഴക്കോട്ടും പടിഞ്ഞാറോട്ടും നോക്കുക. നീ കാണുന്ന ഭൂമിയൊക്കെയും ഞാൻ നിനക്ക് നൽകും, നിന്റെ സന്തതിക്കും ശാശ്വതമായി തരും. ഒരാളായിരുന്നു, അവന്റെ ശരീരത്തിന്റെ ബുദ്ധിക്ക് അനുസരിച്ച് സ്വന്തമായി തിരഞ്ഞെടുത്തു. അവൻ ഏറ്റവും നല്ല സ്ഥലം തിരഞ്ഞെടുക്കുവാനിടയായി. പക്ഷെ ദൈവം കാണുവാനിടയായി അബ്രഹാം എന്താണ് ചെയ്തതെന്ന്. ദൈവം അവനെ ഓർമ്മപ്പെടുത്തുകയാണ്, നിന്റെ നീതി എന്ന് പറയുന്നത് അത് ഞാനാണ്. ഇപ്പോൾ നീ നിന്റെ കണ്ണ് ഉയർത്തി നോക്കുക. നീ ഇരിക്കുന്ന സ്ഥലത്ത് നിന്ന് വടക്കോട്ടും തെക്കോട്ടും കിഴക്കോട്ടും പടിഞ്ഞാറോട്ടും എവിടെ നീ നോക്കിയാലും അതെല്ലാം ഞാൻ നിനക്ക് നൽകാൻ പോവുകയാണ്. ഇപ്പോൾ ലോത്ത് അവൻ സോദോം ദേശത്തിന്റെ അടുത്തെത്തിയിരിക്കുകയാണ്. അവിടെ നേരത്തെ തന്നെ അവിടെ രാജാവുള്ള സ്ഥലമാണ്. അവിടെ 5 രാജാക്കന്മാരുണ്ടായിരുന്നു ഒരു സൈഡില്, 4 രാജാക്കന്മാർ വേറൊരു സൈഡിലായിരുന്നു. അവിടെ ഒരു രാജാവുണ്ടായിരുന്നു, കെദോർലായോമർ. ആ രാജാവ് ഒരു ഭയങ്കര ശക്തിയുള്ള രാജാവായിരുന്നു. ഈ രാജാവ് സോദോം ഗൊമോറ അവിടെയും രാജാവായിരുന്നു. പക്ഷെ മറ്റുള്ള രാജാക്കന്മാർ ആ രാജാവിന്റെ താഴെയായിരുന്നു. അവന്റെ താഴെ ജീവിച്ചു കൊണ്ടിരുന്നു. ഒരു സമയം വരികയാണ്, ആ മറ്റുള്ള രാജാക്കന്മാർ കൊദൊലോമയറിന്റെ മുൻപിൽ വന്ന് അവനോട് വിരോധിക്കുകയാണ്. ഒരു യുദ്ധം അവരുടെ ഇടയിൽ ഉണ്ടാവുകയാണ്. ആ യുദ്ധത്തിന് ശേഷം കൊദൊലോമയർ അയാൾ വിജയിക്കുകയാണ്. ആ വിജയത്തിന് ശേഷം അവർ സോദോം ഗൊമോറയിൽ പോയി അവിടുത്തെ സമ്പത്തെല്ലാം എടുക്കാൻ വേണ്ടി പോവുകയാണ്. അവിടെ ആരാണ് ഉണ്ടായിരുന്നത്? അവിടെ ലോത്തുണ്ട്. ലോത്തിനോട് കൂടെ ലോത്തിനുണ്ടായിരുന്ന എല്ലാ ധനവും സമ്പത്തും അവനോട് കൂടെ കൊണ്ടുപോവുകയാണ്. ഒരാള് തിരിച്ച് അബ്രഹാമിന്റെ അടുത്ത് വന്നിട്ട് പറയുകയാണ്, നിന്റെ സഹോദരന്റെ പുത്രൻ ലോത്തിനെ ഒരാൾ കൊണ്ടുപോയി എന്ന് പറയുകയാണ്. ഒരു രാജാവാണ് കൊദൊലോമയർ. അവർ അവനെ കൊണ്ടുപോകുവാനിടയായി എന്ന് പറയുകയാണ്. ആ രാജാവ് ഭയങ്കര ശക്തിയുള്ള ആളാണ് എന്ന് പറയുന്നു. എന്തുകൊണ്ടെന്നാൽ 12 വർഷമായിട്ട് അയാൾ ഭരിക്കുകയാണ്. അബ്രഹാം എന്താണ് ചെയ്യുന്നത്? എൻ്റെ വിശ്വാസമാണ് അബ്രഹാമിന്റെ കയ്യിൽ ഈ എല്ലാ രാജാക്കന്മാരെയും കൂട്ടിയുള്ള അത്രയും ധനസമ്പത്ത് അബ്രഹാമിന്റെ പക്കലില്ലായിരുന്നു. അവിടെ എഴുതിയിരിക്കുകയാണ്, അബ്രഹാം പോയി അവന്റെ സഹോദരന്റെ പുത്രൻ ലോത്തിനെ അവിടുന്ന് തിരിച്ചു കൊണ്ടുവരികയാണ്. എല്ലാ ധനവും സമ്പത്തും ആ രാജാവ് സ്വരൂപിച്ചത് അതുമെല്ലാം എടുത്തുകൊണ്ട് വരികയാണ്. മുന്നോട്ട് നമുക്ക് വചനത്തിൽ നിന്ന് വായിക്കാം.
16 വാക്യം മുതൽ, അവൻ സമ്പത്തൊക്കെയും മടക്കിക്കൊണ്ടുവന്നു, തന്റെ സഹോദരനായ ലോത്തിനെയും അവന്റെ സമ്പത്തിനെയും സ്ത്രീകളെയും ജനങ്ങളെയും കൂടെ മടക്കിക്കൊണ്ടുവന്നു. അവൻ കൊദലോമയറിനെയും കൂടെയുള്ള രാജാക്കന്മാരെയും തോൽപ്പിച്ചിട്ട് മടങ്ങി വന്നപ്പോൾ സോദോം രാജാവ് രാജതാഴ്വര എന്ന ശവേ താഴ്വര വരെ അവനെ എതിരേറ്റു. ഇവിടെ ആദ്യമായിട്ട് മൽക്കീസദേക്കിനെ കുറിച്ച് എഴുതിയിരിക്കുകയാണ് 18 വാക്യത്തിൽ. ശാലേം രാജാവായ മൽക്കീസദേക്ക് അപ്പവും വീഞ്ഞും കൊണ്ടുവന്നു. അവൻ അത്യുന്നതനായ ദൈവത്തിന്റെ പുരോഹിതനായിരുന്നു. നമ്മൾ എബ്രായ ഭാഷയിൽ വായിക്കുമ്പോൾ മൽക്കീസദേക്ക് ഒരു വർണ്ണനയാണ്, യേശു ക്രിസ്തുവിന്റെ ഒരു പഴയ നിയമത്തിൽ ഒരു സ്വരൂപത്തിന്റെ വർണ്ണനയാണ്. എന്തുകൊണ്ടെന്നാൽ അവന്റെ തുടക്കവും അന്ത്യത്തിനെ കുറിച്ചും ഒന്നുമില്ല. അവന്റെ മാതാപിതാക്കന്മാരെ കുറിച്ചും എഴുതിയിട്ടില്ല. വചനത്തിൽ എഴുതിയിരിക്കുന്നു, അപ്പോൾ ശാലേം രാജാവായ സമാധാനത്തിന്റെ രാജാവ്, നീതിയുടെ രാജാവ്, അത്യുന്നതനായ ദൈവത്തിന്റെ പുരോഹിതനായിരുന്നു. അവൻ അവനെ അനുഗ്രഹിച്ചു. സ്വർഗത്തിനും ഭൂമിക്കും നാഥനായി അത്യുന്നതനായ ദൈവത്താൽ അബ്രഹാം അനുഗ്രഹിക്കപ്പെടുമാറാകട്ടെ. ആരായിരുന്നു അബ്രഹാമിന് ആ ശക്തിമാനായ ആ കദലോമയർ രാജാവിന്റെ മുകളിൽ വിജയിയാക്കിയത്? ദൈവമായിരുന്നു അവനെ വിജയിയാക്കിയത്. ഇവിടെ 20 വാക്യത്തിൽ എഴുതിയിരിക്കുകയാണ്, നിന്റെ ശത്രുക്കളെ നിന്റെ കയ്യിൽ ഏൽപ്പിച്ച അത്യുന്നതനായ ദൈവം സ്തുതിക്കപ്പെടുമാറാകട്ടെ എന്ന് പറഞ്ഞു. അപ്പോൾ എഴുതിയിരിക്കുകയാണ്, അവന് അബ്രഹാം സകലത്തിലും ദശാംശം കൊടുത്തു. ദശാംശത്തിന്റെ അർത്ഥം എന്താണ്? അതിന്റെ അർത്ഥം ഇതാണ്, 10-1. അബ്രഹാമിന്റെ കയ്യിൽ ഉണ്ടായിരുന്നതിന്റെ എല്ലാം 10-1 അംശം അവന് കൊടുക്കുവാനിടയായി. ഒരു കാര്യം ഞാൻ നിങ്ങളെ കാണിക്കാൻ ആഗ്രഹിക്കുന്നു. അബ്രഹാമിന്റെ കയ്യിൽ നേരത്തെ എല്ലാം ഉണ്ടായിരുന്നു. ഇപ്പോൾ ഏത് ധനമാണ് അവന് ലഭിച്ചത്? ആ എല്ലാ ധനവും അവിടെ ഉണ്ടായിരുന്നത് ലോത്തിൻ്റെതായിരുന്നു. എന്തുകൊണ്ടെന്നാൽ രാജാവ് ലോത്തിൽ നിന്ന് എടുത്തുകൊണ്ടുപോയി. അത് അബ്രഹാമിന് ലഭിച്ചപ്പോൾ അതിന്റെ 10-1 എല്ലാ ധനത്തിന്റെയും മൽക്കീസദേക്കിന് കൊടുക്കുകയാണ്. മുന്നോട്ട് വചനത്തിൽ എഴുതിയിരിക്കുകയാണ്, അപ്പോൾ സോദോമിന്റെ രാജാവ് അബ്രഹാമിനോട് പറയുകയാണ്, ആളുകളെ എനിക്ക് തരിക, സമ്പത്ത് നീ എടുത്തുകൊള്ളുക എന്ന് പറഞ്ഞു. അതിന് അബ്രഹാം സോദോം രാജാവിനോട് പറഞ്ഞത്, ഞാൻ അബ്രഹാമിനെ ധനികനാക്കിയെന്ന് നീ പറയാതിരിപ്പാൻ ഞാൻ ഒരു ചരടാകട്ടെ ചെരുപ്പാകട്ടെ നിനക്കുള്ളതിൽ യാതൊന്നുമാകട്ടെ എടുക്കയില്ല എന്ന് ഞാൻ സ്വർഗത്തിനും ഭൂമിക്കും നാഥനായ അത്യുന്നതനായ ദൈവമായ യഹോവയെങ്കിലേക്ക് കൈ ഉയർത്തി സത്യം ചെയ്യുന്നു. നിങ്ങൾക്കറിയാമോ അവൻ ദശാംശം എന്തിനാണ് നൽകിയത്? ദശാംശമല്ല നിങ്ങളെ ധനികരാക്കുന്നത്, ആ രക്തമാണ് നിങ്ങളെ ധനികരാക്കുന്നത്. നമ്മൾ വചനത്തിൽ കണ്ടതുപോലെ ഈ ലോകത്തിലെ രാജാവുമല്ല എന്നെ ധനികനാക്കിയത്, പക്ഷെ പിതാവേ അങ്ങാണ് എന്നെ ധനികനാക്കിയത്. ഇത് നിങ്ങളുടെ നന്ദിയുടെ ഒരു യാഗാർപ്പണമാണ്. തിരിച്ച് നിങ്ങളുടെ പിതാവിന് നന്ദിയോടെ അർപ്പിക്കുന്നത്. ഇവിടെ അബ്രഹാം രാജാവിനോട് പറയുകയാണ്, ഞാൻ ദശാംശം നൽകുകയാണ്, ഇതിൽ നിന്ന് എനിക്കൊന്നും വേണ്ട. എന്തുകൊണ്ടെന്നാൽ രാജാവ് അബ്രഹാമിനോട് പറയുകയാണ്, ഈ ആളുകളെ എനിക്ക് തിരിച്ചു തരിക എന്ന് പറയുന്നു. ധനം നീ എടുത്തുകൊള്ളുക, സമ്പത്ത് നീ എടുത്തുകൊള്ളുക എന്ന് പറയുകയാണ്. അപ്പൊ അബ്രഹാം പറയുകയാണ്, വേണ്ട, പക്ഷെ നാളെ നീ പറയും ഞാനാണ് നിന്നെ ധനികനാക്കിയത് എന്ന് പറയും. ആ പിതാവും രക്തവുമാണ് എന്നെ സമ്പന്നനാക്കുന്നത്. നിങ്ങളുടെ അവകാശങ്ങൾ നിങ്ങൾക്ക് രക്തത്തിലൂടെയാണ് ലഭിക്കുന്നത്. നിങ്ങൾക്ക് കാണാൻ സാധിക്കും, ഇവിടെ ദശാംശം ആദ്യമായി ബൈബിളിൽ എഴുതിയിരിക്കുകയാണ്. അത് അബ്രഹാം അവന്റെ സ്വന്തം ഇഷ്ടപ്രകാരമാണ് ചെയ്തത്. നിങ്ങൾക്ക് കാണാൻ സാധിക്കും, അതിനു മുൻപും അബ്രഹാം വളരെയധികം യാഗപീഠങ്ങൾ പണിതു. അവൻ ദൈവത്തിന് വേണ്ടി അവിടെ യാഗമർപ്പിച്ചു. നിങ്ങൾക്ക് കാണാൻ സാധിക്കും, ലോത്തിന്റെ ജീവിതത്തിൽ അങ്ങനെയുള്ള ഹൃദയമില്ല. പിതാവിന് വേണ്ടി അവന്റെ ഹൃദയം ധനത്തിന് വേണ്ടിയാണ്. അതിനുശേഷം അവന്റെ ധനവും അവനിൽ നിന്ന് നഷ്ടപ്പെട്ടു പോവുകയാണ്. പിന്നെ അബ്രഹാം അവനെ വിടുവിച്ചു കൊണ്ടുവരികയാണ്. എന്നിട്ട് അവന്റെ ധനത്തിൽ നിന്നാണ്, അബ്രഹാമിന്റെ ധനത്തിൽ നിന്നാണ് അബ്രഹാം ദശാംശം കൊടുക്കുക. അതെല്ലാം അബ്രഹാം ജയിച്ച് തിരിച്ചു വരുമ്പോൾ അത് എടുത്തുകൊണ്ട് വരുമ്പോൾ അതിൽ നിന്നാണ് അവൻ ദശാംശം നൽകുന്നത്. ദശാംശം എന്താണ്? അതിനെക്കുറിച്ച് മുന്നോട്ട് നമുക്ക് വീണ്ടും പഠിക്കാം. എന്താണ് അവിടെ നടക്കുന്നത്? അബ്രഹാം ദശാംശം നൽകുമ്പോൾ എന്തുകൊണ്ടതാണ് നമുക്ക് വചനത്തിലൂടെ കാണാൻ സാധിക്കും, അബ്രഹാം എന്തെങ്കിലും ചെയ്യുമ്പോൾ ദൈവം എപ്പോഴും അവനോട് കൂടെ അവന്റെ ആ സാന്നിധ്യം അവിടെ കാണിക്കുന്നു. എന്താണ് അബ്രഹാം ദശാംശം നൽകുമ്പോൾ ഉണ്ടാകുന്നത്? നമുക്ക് വചനത്തിൽ കാണാൻ സാധിക്കും, അബ്രഹാം എപ്പോഴും എന്തെങ്കിലും ചെയ്യുമ്പോൾ എപ്പോഴും അവനോട് കൂടെ അവന്റെ സാന്നിധ്യം കാണിക്കാറുണ്ട്. ദൈവം കാണുകയാണ് ലോത്ത് നല്ല സ്ഥലം തിരഞ്ഞെടുത്തു. പിന്നെ ദൈവം വന്നിട്ട് അബ്രഹാമിനോട് പറയുകയാണ്, നീ എവിടെ നോക്കിയാലും
ആ സ്ഥലമെല്ലാം ഞാൻ നിനക്ക് തരുമെന്ന്. മുന്നോട്ട് വചനത്തിൽ എഴുതിയിരിക്കുകയാണ്, അതിന്റെ 15-ാം അധ്യായം. അതിന്റെ ശേഷം അബ്രഹാമിന് ദർശനത്തിൽ യഹോവയുടെ അരുളപ്പാടുണ്ടായതെന്തെന്നാൽ, അബ്രഹാമെ ഭയപ്പെടേണ്ട, ഞാൻ നിന്റെ പരിചയം നിന്റെ അതിമഹത്തായ പ്രതിഫലമാകുന്നു. അബ്രഹാം മൽക്കീസദേക്കിൽ നിന്ന് ഒന്നും തിരിച്ചു വാങ്ങിയില്ല. അവൻ പറയുകയാണ്, നാളെ ഇല്ലെങ്കിൽ നിങ്ങൾ പറയും ഞാനാണ് അബ്രഹാമിനെ ധനികരാക്കിയത് എന്ന്. ദൈവം ഈ കാര്യങ്ങളാണ് നോക്കിയതിനു ശേഷം പിന്നെ അബ്രഹാമിനോട് പറയുകയാണ്, ദൈവം പറയുകയാണ്, ഞാനാണ് നിന്റെ അതിമഹത്തായ പ്രതിഫലമെന്ന്. നിങ്ങൾക്കറിയാമോ പ്രതിഫലം എന്നുള്ള വാക്കിന്റെ എബ്രായ ഭാഷയിലുള്ള അർത്ഥം എന്താണെന്ന്? അതിന്റെ അർത്ഥമാണ് സാലറി, ശമ്പളം. ചിന്തിച്ചു നോക്കുക, നിങ്ങളുടെ ശമ്പളം അത് ദൈവത്തിൽ നിന്ന് ലഭിക്കുകയാണ്. നിങ്ങൾ എന്തെങ്കിലും ചെയ്തതിൽ നിന്ന് കിട്ടുകയാണെങ്കിൽ ചിന്തിച്ചു നോക്കുക, ദൈവത്തിൽ നിന്ന് നിങ്ങൾക്ക് ശമ്പളം ലഭിക്കുന്നത് ചിന്തിച്ചു നോക്കുക. പിന്നെ എനിക്ക് മനുഷ്യരിൽ നിന്ന് ആവശ്യമില്ല. എന്തുകൊണ്ടെന്നാൽ ദൈവം എനിക്ക് തന്നാൽ മുഴുവൻ ലോകവും അത് നോക്കുവാൻ ഇടയാകും. ഇതേ കാര്യമാണ് ദൈവം ചെയ്തത്. ഇതാണ് ദശാംശത്തിന് ശേഷം സംഭവിച്ചത്. അവിടെ ദൈവം പറയുകയാണ്, നിന്റെ അതിമഹത്തായ പ്രതിഫലം ഞാനാണ്, ഞാൻ നിന്റെ പരിചയമാണ്, ഞാൻ നിന്റെ ശമ്പളമാണ്, ഞാൻ നിന്റെ പൈസ, ഞാൻ നിന്റെ മൂല്യമാണ്. എല്ലാവരുടെയും ജീവിതത്തിൽ പഴയ നിയമത്തിൽ നമ്മൾ വായിക്കുമ്പോൾ, അത് അബ്രഹാം ആണെങ്കിലും ദാവീദാണെങ്കിലും യോസഫ് ആണെങ്കിലും ശലോമാനാണെങ്കിലും ഇവരെല്ലാവരും അവർ വളരെ ധനികരായിരുന്നു, അവർ നിറവിലായിരുന്നു. നിങ്ങൾക്ക് കാണാൻ സാധിക്കും ദൈവം ഇവരെ എല്ലാവരെയും എങ്ങനെയാണ് അവരെ തിരഞ്ഞെടുത്തത് എന്ന്. പിതാവ് അവരുടെ ഹൃദയത്തെ നോക്കി. നിങ്ങളുടെ ഹൃദയം എവിടെയാണ്? നിങ്ങളുടെ പിതാവിന്റെ അടുത്ത് നിറവ് പ്രാപിക്കാൻ മാത്രമാണോ വരുന്നത്? എത്ര പേർ വിടുതൽ പ്രാപിക്കാൻ രോഗസൗഖ്യത്തിന് വേണ്ടി മാത്രം വരുന്നു? നിങ്ങളുടെ ഹൃദയം എവിടെയാണ്? നിങ്ങൾ പരിശുദ്ധാത്മാവിലും വചനത്തിലും പ്രവർത്തിക്കുമ്പോൾ, നിങ്ങൾ നിങ്ങളുടെ പിതാവിനോട് ഉള്ള സ്നേഹം നിങ്ങൾ പ്രകടമാക്കുമ്പോൾ, പിതാവ് നിങ്ങളെക്കുറിച്ച് പറഞ്ഞ സാക്ഷ്യത്തിൽ നിങ്ങൾ വിശ്വസിക്കുന്നു. ചിലപ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും, നിങ്ങൾ വചനം പിടിച്ചുകൊണ്ടിരിക്കുമ്പോൾ, നിങ്ങൾ നിങ്ങളുടെ അനുഭവത്തിൽ നിന്ന് അല്ല, നിങ്ങളുടെ വചനം നിങ്ങളെക്കുറിച്ച് എന്ത് പറയുന്നു എന്നുള്ളതിൽ തിരിച്ചറിവിൽ അതിൽ പിടിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ, നിങ്ങൾ നിങ്ങളുടെ സത്യത്തിൽ നിലനിൽക്കുമ്പോൾ, പിതാവ് അവൻ സന്തോഷിക്കുന്നത് ഈ കാര്യം അറിഞ്ഞുകൊണ്ട് ഈ പുത്രൻ അവന്റെ പുത്രത്വത്തിന്റെ യാഥാർത്ഥ്യത്തിൽ പിടിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളതിൽ സന്തോഷിക്കുന്നത് കാണാൻ സാധിക്കും. പിന്നെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് ലഭിക്കാൻ തുടങ്ങുന്നത് നിങ്ങളുടെ തിരിച്ചറിവിലൂടെ. ഒരു സമയമുണ്ടായിരുന്നു, എനിക്ക് സ്ഥലമില്ലായിരുന്നു പോകാൻ വേണ്ടി, എവിടെയും ജീവൻ ആരും പഠിപ്പിക്കുന്നില്ലായിരുന്നു. 7 വർഷത്തോളം ഞാൻ എൻ്റെ വീട്ടിലിരുന്നു. എനിക്ക് തോന്നി ആരെങ്കിലും എനിക്ക് വേണ്ടി ഒരു തുടങ്ങുമെന്ന്, ആരെങ്കിലും മറ്റൊരാൾ എനിക്ക് വേണ്ടി തുടങ്ങുമെന്ന്. പക്ഷെ എനിക്കറിയില്ലായിരുന്നു ദൈവം എനിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുകയായിരുന്നു എന്ന്. പിന്നെ ഞാൻ ഒരു തീരുമാനമെടുത്തു, ഒരാളെ ഉള്ളുവെങ്കിലും ഞാൻ ദൈവത്തിന് വേണ്ടി നിൽക്കും എന്ന്. എനിക്ക് ഓർമ്മയുണ്ട്, എൻ്റെ പഴയ ചർച്ചിൽ അവിടെ ബൈബിൾ സ്റ്റഡി നടക്കുമ്പോൾ പാസ്റ്റർ എന്നോട് ബൈബിൾ സ്റ്റഡിക്ക് വേണ്ടി പറയുമ്പോൾ, എൻ്റെ ഗ്രൂപ്പിൽ ആരും വരാൻ ആഗ്രഹിച്ചിരുന്നില്ല. അതിൽ നിന്നും ഒരു ചെറിയ കൂട്ടമായിരുന്നു വന്നത്. അതിലൊരു പെൺകുട്ടി ഉണ്ടായിരുന്നു, എപ്പോഴും വന്നുകൊണ്ടിരുന്നു. 6 വയസ്സുള്ള കൊച്ചു കുഞ്ഞായിരുന്നു. ആളുകൾ എന്നോട് ചോദിക്കുമായിരുന്നു, എങ്ങനെയുണ്ടായിരുന്നു ബൈബിൾ സ്റ്റഡി എന്ന്. അപ്പോൾ ഞാൻ പറയും, നല്ലതായിരുന്നു എന്ന്. ഞാൻ യോഗ്യതയോടെ എല്ലാ പ്രാവശ്യവും പോയി ആ കുഞ്ഞിനെയും പഠിപ്പിക്കാൻ ഞാൻ തയ്യാറായി. ആ കൊച്ചുകുട്ടി ഇന്നത്തെ സമയത്ത് ഒരു വലിയ അഗ്നിയായി നിൽക്കുകയാണ്. അതിന്റെ എല്ലാം തുടക്കം എങ്ങനെയായിരുന്നു? പിതാവ് ഒരാളെയെ നമുക്ക് തന്നുള്ളൂ എങ്കിലും വിശ്വാസയോഗ്യതയോടെ പൂർണ്ണ ഹൃദയത്തോടെ ആ ഒരാൾക്ക് വേണ്ടി ഞാൻ നിന്നു. നിങ്ങൾ ഇവിടെ വരികയാണ് എങ്കിൽ നിങ്ങൾ വചനത്തിന് വേണ്ടി ഇവിടെ വരിക. ഈ വചനം നിങ്ങളെ മാറ്റുവാനിടയാകും. ഇപ്പോൾ നിങ്ങൾ ഒരു ജീവൻ നൽകുന്ന ആത്മാവാണ്. പിന്നെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ആ നിറവ് അത് നിങ്ങളോട് ബന്ധപ്പെട്ടിരിക്കുന്നു. ഒരു സുവിശേഷം, നിറവിനെ കുറിച്ചുള്ള സുവിശേഷം കേൾക്കാൻ മാത്രമല്ല, പക്ഷെ നിങ്ങൾ ആ വചനം കേൾക്കാൻ വീണ്ടും വീണ്ടും ഈ സ്ഥലത്ത് നിങ്ങൾ വരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അവകാശങ്ങൾ രക്തത്തിലൂടെ മാത്രമാണ് ലഭിക്കുന്നതെന്ന്. അതുകൊണ്ട് നിങ്ങൾക്ക് ആ രക്തം നിങ്ങളുടെ എല്ലാ മേഖലകളിലും ആവശ്യമാണ്. അതിന്റെ അർത്ഥം ഇതാണ്, നിങ്ങൾ മറക്കരുത് നിങ്ങൾ ഒരു പുത്രനാണ് എന്നുള്ള കാര്യം. നമ്മൾ അബ്രഹാമിന്റെ ജീവിതത്തിൽ കണ്ടു, അവൻ ദശാംശം നൽകുന്നതിന് മുൻപേ അവൻ ധനികനായിരുന്നു. അവൻ ദശാംശം നൽകി. എന്തുകൊണ്ടെന്നാൽ അവൻ മുൻപേ ധനികനായിരുന്നു. അവൻ പറയാൻ ആഗ്രഹിക്കുകയായിരുന്നു, നിങ്ങളുടെ ധനമല്ല എന്നെ ധനികനാക്കുന്നത്, ഇത് രക്തമാണ് ദൈവത്തിന്റെ മുൻപിൽ എന്നെ ധനികനാക്കുന്നത്. ഈ കാര്യം ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് കാണാൻ സാധിക്കും ദൈവം സ്വയം അവന്റെ അടുത്ത് വന്നിട്ട് പറയുകയാണ്, പിതാവ് വന്നിട്ട് പറയുകയാണ്, ഞാൻ നിന്റെ പരിചയമാണ്, നിന്റെ അതിമഹത്തായ പ്രതിഫലമാണ് എന്ന്. മുന്നോട്ട് അബ്രഹാമിന്റെ ജീവിതത്തിൽ നമുക്ക് കാണാം, ഒരു വളരെ വലിയ ആഗ്രഹമുണ്ടായിരുന്നു അബ്രഹാമിന്റെ മനസ്സിൽ. വളരെ സമയമായിട്ട്
അവനൊരു സന്തതി വേണമെന്നുള്ളത്. സാര അവൾ ഒരു മച്ചിയായിരുന്നു. ദശാംശത്തിന് ശേഷം ദൈവം പറയുകയാണ്, ഞാൻ നിന്നെ അനുഗ്രഹിക്കും. അപ്പോൾ അബ്രഹാം ദൈവത്തോട് ചോദിക്കുകയാണ്, എങ്ങനെ എന്നെ അനുഗ്രഹിക്കും, എനിക്ക് സന്തതിയില്ലല്ലോ എന്ന് പറയുകയാണ്. അവന്റെ ഒരു ആഗ്രഹമായിരുന്നു. ദൈവം അബ്രഹാമിനോട് ആകാശത്തെ കാണിച്ചിട്ട് പറയുകയാണ്, എത്ര നക്ഷത്രങ്ങൾ നീ കാണുന്നു അതിലധികമായിട്ട് നിന്റെ വംശത്തെ ഞാൻ ആക്കുമെന്ന്. അവന്റെ ഏറ്റവും വലിയ ആഗ്രഹം പൂർത്തീകരിക്കുകയാണ് ആ ദശാംശത്തിന് ശേഷം. മുന്നോട്ട് നമുക്ക് വചനത്തിൽ വായിക്കാൻ സാധിക്കും എങ്ങനെയാണ് ദൈവം അബ്രഹാമുമായി ആ വാഗ്ദത്തം ചെയ്തത് എന്ന്. കുറച്ചു സമയത്തിന് ശേഷം സാര അവൾ മടുത്തിട്ട് അവൾ ദാസി ഹാഗാറിനെ അബ്രഹാമിന്റെ അടുത്തേക്ക് അയക്കുകയാണ്. അവൾക്ക് തോന്നി ചിലപ്പോൾ ഇവൻ എനിക്ക് വേണ്ടി ഒരു സന്തതിയെ നൽകുമെന്ന്. അതിലൂടെ ഇസ്മായേലാണ് അവിടെ ജനിക്കുന്നത്. ശരീരത്തെ കാണിക്കുന്ന ഇസ്മായേലാണ് അവിടെ ജനിക്കുന്നത്. മുന്നോട്ട് നമുക്ക് വചനത്തിൽ 21-ാം അധ്യായം, ഉൽപ്പത്തി 21-ാം അധ്യായത്തിൽ എഴുതിയിരിക്കുകയാണ്, ദൈവം പറഞ്ഞത്, ദൈവത്തിലൂടെ വചനം പറഞ്ഞത് അത് പൂർത്തീകരിക്കപ്പെട്ടു എന്ന്. മുന്നോട്ട് നമുക്ക് കാണാൻ സാധിക്കും, അബ്രഹാം ലോത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു. ദൈവം അവനോട് ക്ഷമിക്കുവാനിടയായി. ഇവിടെ 2 പുത്രന്മാരാണ്. ഒരാൾ അനുഗ്രഹത്തിലുള്ളതും ഒരു പുത്രനെ കാണാൻ സാധിക്കും, ആ പുത്രന്റെ കയ്യിൽ ദൈവത്തിന് വേണ്ടി ഹൃദയമില്ലായിരുന്നു. മറ്റേ പുത്രനെ നമുക്ക് കാണാൻ സാധിക്കും, അബ്രഹാം അവന്റെ ഹൃദയം അത് പിതാവിന് വേണ്ടി സമർപ്പിക്കപ്പെട്ടതായിരുന്നു. ദശാംശം നിങ്ങളുടെ ഹൃദയത്തെ സംബന്ധിച്ചുള്ളതാണ്. അത് ചോദ്യമുള്ളതല്ല. എനിക്ക് ദശാംശം കൊടുക്കേണ്ട ആവശ്യമുണ്ടോ എന്നുള്ള ചോദ്യത്തിന്റെ ആവശ്യമില്ല. പക്ഷേ നിങ്ങൾക്ക് ദശാംശം കൊടുക്കാനുള്ള ഒരു സൗഭാഗ്യം നിങ്ങൾക്ക് ലഭിക്കുകയാണ്. എന്തുകൊണ്ടെന്നാൽ നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ പറയുവാൻ സാധിക്കും, ദൈവപിതാവാണ് എൻ്റെ ഇടയൻ. അബ്രഹാമും ഇത് തന്നെയാണ് അവിടെ പ്രഖ്യാപിച്ചത്, ദൈവം എൻ്റെ ഇടയനാണ് എന്ന്. അവനാണ് എന്നെ ധനികനാക്കിയത്. എനിക്ക് ഒരു കുറവും ഉണ്ടാകുകയില്ല. ഏത് കാരണത്തിന് വേണ്ടി ഞാൻ ദശാംശം നൽകുന്നത്? ഞാൻ ഇത് കാണിക്കാൻ വേണ്ടി എൻ്റെ ധനസമ്പത്തി എല്ലാം, ധനവും സമ്പത്തും എല്ലാം പിതാവിൽ നിന്നുള്ളതാണ്. പിതാവാണ് എന്നെ സമ്പന്നനാക്കുന്നത്, അത് മനുഷ്യരല്ല, മനുഷ്യൻ എന്നുള്ളതല്ല. എന്തുകൊണ്ടെന്നാൽ അവൻ വിശുദ്ധനാണ്. നമ്മൾ ബൈബിളിൽ വായിക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും, ധനം, സമ്പത്ത് എന്ന് പറയുന്നത് തന്നെ വിശുദ്ധം എന്ന് പറഞ്ഞിരിക്കുന്നു. അത് വളരെ മേഖലകളിൽ നിന്നാണ് വരുന്നത്, ബാബിലോണിൽ നിന്നും. നമ്മൾ ആ ധനത്തെ, സമ്പത്തിനെ നമ്മൾ ദൈവത്തിന് നൽകുമ്പോൾ പറയുകയാണ്, ഇതെന്റെ ദശാംശമാണ് അങ്ങേക്കുള്ളത്, അല്ലാത്തതും അതും വിശുദ്ധമായി തീരുവാനിടയായി തീരും. പക്ഷെ നിങ്ങൾ ഏത് ഹൃദയത്തോടു കൂടെ, എന്തുദ്ദേശത്തോടെയാണ് നിങ്ങൾ ദശാംശം നൽകുന്നത്? നിങ്ങൾ ധനികനാകാൻ വേണ്ടിയാണോ ദശാംശം കൊടുക്കുന്നത്? നിങ്ങൾ ധനികരാകാൻ വേണ്ടിയാണ് ചെയ്യുന്നതെങ്കിൽ വചനം എന്നിട്ട് കേൾക്കുകയാണ്, ധനം പ്രാപിക്കാൻ വേണ്ടി മാത്രം അത് ചെയ്യുകയാണെങ്കിൽ, എന്തുകൊണ്ടെന്നാൽ ദൈവം നിങ്ങളുടെ ഹൃദയത്തെയാണ് നോക്കുന്നത്. അവന് നിങ്ങളുടെ ഹൃദയം മാത്രമാണ് വേണ്ടത്. അവനത് ലഭിക്കുമ്പോൾ മറ്റുള്ള കാര്യങ്ങൾ അവൻ തന്നെത്താൻ അവന്റെ സ്വന്തം ജനങ്ങൾക്ക് നൽകുവാനിടയാകും. മുന്നോട്ട് നമുക്ക് വചനത്തിൽ നിന്ന് വായിക്കാം അബ്രഹാമിന്റെ ജീവിതത്തിനെ കുറിച്ച്. മുന്നോട്ട് നമുക്ക് വചനത്തിൽ നിന്ന് നോക്കാം അബ്രഹാമിന്റെ ജീവിതത്തെ കുറിച്ച്. 24-ാം അധ്യായം അതിന്റെ 1-ാം വാക്യം. അബ്രഹാം വയസ്സ് ചെന്ന് വൃദ്ധനായി. യഹോവ അബ്രഹാമിനെ സകലത്തിലും അനുഗ്രഹിച്ചിരുന്നു. അബ്രഹാമിനെ എല്ലാ കാര്യങ്ങളിലും ദൈവം സകലത്തിലും അനുഗ്രഹിച്ചു. മുന്നോട്ട് നമുക്ക് അബ്രഹാമിന്റെ ജീവിതത്തെ നമുക്ക് കാണാൻ സാധിക്കും. അബ്രഹാമിലൂടെ, സാറയിലൂടെ ഒരു മകൻ ജനിക്കുകയാണ്. അവന്റെ പേര് ഇസഹാക്ക് എന്നാണ്. മുന്നോട്ടുള്ള സമയങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കും, അവർ ഇസഹാക്കിന് വേണ്ടി ഒരു മണവാട്ടിയെ തിരഞ്ഞപ്പോൾ ദാസനോട് വിളിച്ചിട്ട് പറയുകയാണ്, നീ ഇവന് വേണ്ടി ഇവന്റെ ജീവിത സഖിയെ ഈ സ്ഥലത്തുനിന്ന് കൊണ്ടുവരരുത്, എൻ്റെ സഹോദരന്മാരുടെ അടുത്തേക്ക് പോയി അവിടെ ചെന്നിട്ട് കൊണ്ടുവരണമെന്ന്. അപ്പോൾ ദാസൻ ചോദിക്കുകയാണ്, എനിക്ക് എങ്ങനെ അറിയാൻ സാധിക്കും ആരാണ് ശരി, ഞാൻ എങ്ങനെയാണ് അവരെ തിരയേണ്ടതെന്ന്. അപ്പോൾ അബ്രഹാം പറയുകയാണ്, നീ ചിന്തിക്കേണ്ട, ദൈവം എന്നെ വിളിച്ചവൻ ഏത് സ്ഥലത്ത് നിന്ന് എന്നെ വിളിച്ചോ അവൻ എന്നോട് കൂടെ ഇരുന്നു, അവൻ നിന്നോട് കൂടെയും വരും എന്ന് പറയുകയാണ്. അതിൻ്റെ അർത്ഥം ഇതാണ്, എല്ലാ കാര്യങ്ങളിലും, എല്ലാ പ്രവൃത്തിയിലും, എല്ലാ മേഖലയിലും അബ്രഹാം അവൻ്റെ ഹൃദയം എന്ന് പറയുന്നത് ഈ കാര്യത്തിലായിരുന്നു. നമ്മൾ വചനത്തിൽ വായിച്ചതുപോലെ യഹോവ അവനെ എല്ലാ മേഖലയിലും അവനെ അനുഗ്രഹിച്ചു. ഒരു പുത്രന്റെ ജീവിതത്തിൽ അനുഗ്രഹം എന്ന് പറയുന്നത് അവന്റെ ആരോഗ്യത്തിൽ, അവന്റെ ബന്ധത്തിൽ മാത്രമല്ല, അവന്റെ എല്ലാ മേഖലയിലും, അവന്റെ ധനത്തിന്റെ മേഖലയിലും. നിങ്ങൾക്ക് ധനം ലഭിക്കും ദൈവത്തിൽ നിന്നും. അതിൽ നിങ്ങൾ ഒരിക്കലും ഈ ധനത്തിന്റെ ദാസന്മാരായി തീരരുത്. അവൻ ദശാംശം കൊടുത്തപ്പോൾ ഈ കാര്യം അവൻ വിളിച്ചു പറയുകയായിരുന്നു, ധനം അത് എൻ്റെ മുകളിൽ ഭരിക്കയില്ല, പക്ഷെ ഞാനാണ് ഈ ധനത്തിന് മുകളിൽ ഭരിക്കുന്നത് എന്ന്.
നിങ്ങൾക്കറിയാമോ, സാത്താൻ പരീക്ഷിക്കാൻ വേണ്ടി യേശുവിനെ പരീക്ഷിക്കാൻ വന്നപ്പോൾ അവൻ എന്താണ് പറഞ്ഞതെന്ന്? യേശു സ്നാനപ്പെട്ടപ്പോൾ ആകാശത്തിൽ നിന്നും ദൈവത്തിൽ നിന്നും ഒരു പ്രവചനമുണ്ടായി. ഇവൻ എൻ്റെ ആകാശവാണി ഉണ്ടായി, ഇവൻ എൻ്റെ പ്രിയ പുത്രനാണ്, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നുവെന്ന്. അപ്പോൾ യേശുവിൻ്റെ പരീക്ഷയ്ക്ക് വേണ്ടി അവനെ ആത്മാവ് മരുഭൂമിയിലേക്ക് നടത്തിയപ്പോൾ സാത്താനും യേശുവിനോട് പറയുകയാണ്, നീ എൻ്റെ മുമ്പിൽ മുട്ടുകുത്തുകയാണെങ്കിൽ ഞാൻ ഈ രാജ്യവും എല്ലാം ഞാൻ നിനക്ക് നൽകാമെന്ന്. അവിടെ യേശു പറയുകയാണ്, എഴുതിയിരിക്കുന്നു, നീ ദൈവത്തെ അല്ലാതെ വേറെ ആരെയും ആരാധിക്കരുത് എന്ന്. പിന്നെ നമുക്ക് കാണാൻ സാധിക്കും, യേശു അവിടുന്ന് വരുമ്പോൾ സാത്താൻ അവൻ പിന്നെ യേശുവിൻ്റെ അടുത്ത് നിന്നും ഓടാൻ തുടങ്ങുകയാണ്. ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും, ഞാൻ എബ്രായ ഭാഷ ഇവിടെ 2 വാക്കുകൾ എഴുതിയിട്ടുണ്ട്. മാസേർ, ഇത് നമ്മൾ എബ്രായ ഭാഷയിൽ മാസേർ എന്നാണ് വായിക്കുന്നത്. ഈ ശബ്ദത്തിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് ദശാംശം എന്നാണ്, ടൈത്ത്. അതിൻ്റെ താഴെയുള്ള എബ്രായ വാക്ക് അത് ആഷാർ എന്നാണ് വായിക്കുന്നത്. അതിൻ്റെ അർത്ഥം ധനികനാകുക. നിങ്ങൾക്ക് കാണാൻ സാധിക്കുമോ? ഇതേ ശബ്ദമാണ് വാക്കാണ് ഇവിടെയുമുള്ളത്, മുകളിലുമുള്ളത്. നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ആഷാർ ധനികനാകുക, അത് മാഷേറിൽ അതേ വാക്കാണുള്ളത്, അതാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഞാൻ പഠിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു, ദശാംശം നിങ്ങൾ കൊടുക്കുന്നത് ധനികനാകാനല്ല, പക്ഷെ നിങ്ങൾ ദശാംശം കൊടുക്കുന്നത് നിങ്ങൾ മുന്നമേ ധനികനായത് കൊണ്ടാണ്. ആ രക്തമാണ് നിങ്ങളെ ധനികരാക്കുന്നത്. എത്രയധികം നിങ്ങൾ വചനം കേൾക്കുന്നോ, നിങ്ങൾ രക്തത്തിലൂടെ ധനികരാണെന്നുള്ളത്. എന്തുകൊണ്ടെന്നാൽ അബ്രഹാം നേരത്തെ ധനികനായിരുന്നു. അവൻ ദശാംശം കൊടുക്കുന്നത് ഇത് കാണിക്കാനായിരുന്നു, ദൈവമാണ് എന്നെ ധനികനാക്കിയത് എന്ന്. എപ്പോൾ നിങ്ങൾ ദശാംശം കൊടുക്കുന്നോ അപ്പോൾ നിങ്ങൾ അവൻ്റെ എല്ലാ അവകാശത്തിലും അവൻ വാഗ്ദത്തത്തിൽ നിങ്ങൾ അവകാശികളാകുകയാണ്. എന്തുകൊണ്ടെന്നാൽ ദൈവം അറിയുന്നു, എൻ്റെ പുത്രൻ, അവൻ്റെ ഹൃദയം എന്ന് പറയുന്നത് അത് എനിക്ക് വേണ്ടിയുള്ളതാണ്. ദൈവത്തിൻ്റെ ഹൃദയം എൻ്റെ മകളോ മകനോ ഈ ലോകത്ത് നഷ്ടപ്പെട്ടു പോകരുത് എന്നാണ്. നിങ്ങൾ ദശാംശം കൊടുക്കുമ്പോൾ നിങ്ങൾ വിളിച്ചു പറയുകയാണ്, നിങ്ങൾ ധനത്തെ അല്ല സേവിക്കുന്നത്, പക്ഷെ നിങ്ങൾ ദൈവത്തെയാണ് സേവിക്കുന്നതെന്ന്. ഈ ലോകത്തിൻ്റെ എല്ലാ അവകാശികളും നിങ്ങൾ പറയുകയാണ്, ഞാൻ അവരെയല്ല സേവിക്കുന്നത്, ഈ ലോകം എന്നെ സേവിക്കും. ഞാൻ ലോകത്തിൻ്റെ പുറകെ അല്ല, ലോകം എൻ്റെ പുറകെ ഓടി വരും. മുന്നോട്ട് നമുക്ക് വചനത്തിൽ നിന്നും വായിക്കാം. നീതിയുടെ രാജാവ്, എബ്രായർ 7-ാം അധ്യായം. ശാലേം രാജാവും അത്യുന്നതനായ ദൈവത്തിന്റെ പുരോഹിതനുമായി മൽക്കീസദേക്ക് രാജാക്കന്മാരായി ജയിച്ചു മടങ്ങി വരുന്ന അബ്രഹാമിനെ എതിരേറ്റ് അനുഗ്രഹിച്ചു. ഇവിടെ വചനത്തിൽ നമുക്ക് കാണാൻ സാധിക്കും, മൽക്കീസദേക്കിനെ നീതിയുടെ രാജാവെന്നാണ് പറഞ്ഞിരിക്കുന്നത്. നിങ്ങൾ ദശാംശം നൽകുമ്പോൾ നീതി എന്താണ്? നീതി ഇതാണ്, നിങ്ങൾ ദൈവത്തിന്റെ മുൻപിൽ നീതിവാനായത് യേശുക്രിസ്തുവിന്റെ രക്തത്തിലൂടെയാണ്. അബ്രഹാം ദശാംശം നൽകുന്നത് ശാലേമിന്റെ രാജാവിനും നീതിയുടെ രാജാവിനുമാണ്. മുന്നോട്ട് നമുക്ക് 2-ാം വാക്യം മുതൽ വായിക്കാം. അബ്രഹാം അവന് സകലത്തിലും 10 കൊടുത്തു. അവന്റെ പേരിന് ആദ്യം നീതിയുടെ രാജാവെന്നും പിന്നെ ശാലേം രാജാവെന്ന് വെച്ചാൽ സമാധാനത്തിന്റെ രാജാവെന്നും അർത്ഥം. അവന് പിതാവില്ല, മാതാവില്ല, വംശാവലിയില്ല, ജീവാരംഭവും ജീവാവസാനവുമില്ല. അവൻ ദൈവപുത്രന് തുല്യനായി എന്നേക്കും പുരോഹിതനായിരിക്കുന്നു. ഇവൻ എത്ര മഹാൻ എന്ന് നോക്കുവേൻ. ഗോത്രപിതാവായ അബ്രഹാം കൂടെയും അവന് കൊള്ളയുടെ വിശേഷ സാധനങ്ങളിൽ 10 കൊടുത്തുവല്ലോ. ലേവി പുത്രന്മാരിൽ പൗരോഹിത്യം ലഭിക്കുന്നവർക്ക് ന്യായപ്രമാണ പ്രകാരം ജനത്തോട് ദശാംശം വാങ്ങുവാൻ കൽപ്പനയുണ്ട്. അത് അബ്രഹാമിന്റെ കടിപ്രദേശത്ത് നിന്ന് ഉത്ഭവിച്ച സഹോദരന്മാരോടാകുന്നു വാങ്ങുന്നത്. വചനത്തിൽ എഴുതിയിരിക്കുന്നു, ലേവ്യർ അബ്രഹാമിന്റെ വംശത്തിൽ നിന്നാണ് ഉത്ഭവിച്ചതെന്ന്. ലേവ്യരും ദശാംശം കൊടുത്തിരുന്നു. അവരും പുരോഹിതനാണ് അബ്രഹാമിലൂടെ ദശാംശം കൊടുത്തിരുന്നത്. ലേവ്യർ ആരായിരുന്നു? അവർ പുരോഹിതന്മാരായിരുന്നു. നമ്മൾ വെളിപ്പാട് പുസ്തകം വായിക്കുമ്പോൾ അതിൽ എഴുതിയിരിക്കുന്നു, യേശു ക്രിസ്തുവിൽ ഞാനും നിങ്ങളും ഇപ്പോൾ രാജാക്കന്മാരും പുരോഹിതന്മാരുമാണ്. പക്ഷേ യേശു ക്രിസ്തു ഇപ്പോഴും അവൻ മഹാപുരോഹിതനാണ്. ഇപ്പോഴും അവൻ ദശാംശം സ്വീകരിക്കുന്നു. 6-ാം വാക്യം മുതൽ, എന്നാൽ അവരുടെ വംശാവലിയിൽ ഉൾപ്പെടാത്തവൻ അബ്രഹാമിനോട് തന്നെ ദശാംശം വാങ്ങിയും വാഗ്ദത്തങ്ങൾ പ്രാപിച്ചവനെ അനുഗ്രഹിച്ചുമിരിക്കുന്നു. ഉയർന്നവൻ താണവനെ അനുഗ്രഹിക്കുന്നു എന്നതിന് തർക്കമേതുമില്ലല്ലോ. ഇവിടെ മരിക്കുന്ന മനുഷ്യർ ദശാംശം വാങ്ങുന്നു, അവിടെയോ ജീവിക്കുന്നു എന്ന സാക്ഷ്യം പ്രാപിച്ചവൻ തന്നെ. ഇവിടെ വചനം പറയുകയാണ്, ഇവിടെ നമ്മൾ മരിക്കുന്ന മനുഷ്യർക്ക് ദശാംശം കൊടുക്കുന്നു, പക്ഷെ അവിടെയോ ജീവിക്കുന്നെന്ന സാക്ഷ്യം പ്രാപിച്ചവൻ തന്നെ.
അത് യേശു ക്രിസ്തുവാണ്. നിങ്ങളിതിൽ ബുദ്ധിമുട്ടുന്നില്ല. നിങ്ങളുടെ ഹൃദയത്തെ മാത്രമാണ് ദൈവം നോക്കുന്നത്. നിങ്ങൾ ദൈവത്തിൽ നിന്നും ധനം മേടിക്കാൻ വേണ്ടി മാത്രമാണ് വന്നതെങ്കിൽ അവൻ നിങ്ങളെ കാണിക്കുകയാണ് നിങ്ങളുടെ ഹൃദയം ഇപ്പോൾ എവിടെയാണെന്ന്. ഇനി നമുക്ക് വായിക്കാം 2 കൊരിന്ത്യർ അതിൻ്റെ 9-ാം അധ്യായം. 9-ാം അധ്യായം വായിക്കുന്നതിന് മുമ്പ് നമുക്ക് നോക്കാം 8-ാം അധ്യായത്തിൽ. അതിൽ എഴുതിയിരിക്കുകയാണ്, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു സമ്പന്നനായിരുന്നിട്ടും അവന്റെ ദാരിദ്ര്യത്താൽ നിങ്ങൾ സമ്പന്നരാകേണ്ടതിന് നിങ്ങൾ നിമിത്തം ദരിദ്രനായി തീർന്നു. നിങ്ങൾ വിശ്വസിക്കുക, നിങ്ങൾ ധനികരാണ് എന്ന്. യേശു ക്രിസ്തുവിന്റെ രക്തത്തിലൂടെ ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ആ എല്ലാ ധനവും സമ്പത്തും നിങ്ങളോട് കൂടെ വരുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഞാൻ ആഗ്രഹിക്കുന്നു, എത്ര ആളുകൾ ഈ മെസ്സേജ് കേൾക്കുന്നുവോ, നിങ്ങൾ നിങ്ങളുടെ വിശ്വാസത്തെ ഞാൻ ദശാംശം കൊടുക്കുന്നത് കൊണ്ടാണ് ധനികനാകുന്നതെന്ന് വിശ്വസിക്കാതിരിക്കുക. നിങ്ങൾ ധനികരായിരിക്കുന്ന യേശുക്രിസ്തുവിന്റെ രക്തത്തിലൂടെയാണ്. ഇനി നമുക്ക് നോക്കാം, വരാൻ പോകുന്ന സമയങ്ങളിൽ അത്ഭുതകരമായി നിങ്ങൾക്ക് ധനം നൽകുന്നത്. പിന്നെ ഞാൻ ആഗ്രഹിക്കുകയാണ്, നിങ്ങൾ ദശാംശം നൽകണം. എന്തുകൊണ്ടെന്നാൽ ഞാൻ ആഗ്രഹിക്കുന്നു, ദശാംശത്തിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് നിങ്ങൾ അറിയണം, യേശുക്രിസ്തുവിന്റെ രക്തത്തിലൂടെയാണ് നിങ്ങൾക്ക് ധനം ലഭിക്കുന്നത് എന്ന്. പിന്നെ നിങ്ങൾ ആ വിശ്വാസത്തിൽ വളരുമ്പോൾ നിങ്ങൾ അനുഗ്രഹിക്കപ്പെടും. ഒരു ബഹുമാനത്തോടെയാണ്, ആ ബഹുമാനത്തിന്റെ രൂപത്തിലാണ് നമ്മൾ ദശാംശം കൊടുത്തിട്ട് പറയുകയാണ്, യഹോവയുടെ ഇടയനാകുന്നു. 2 കൊരിന്ത്യർ 9-ാം വാക്യത്തിൽ എഴുതിയിരിക്കുന്നു, എന്നാൽ ലോഭമായി വിതയ്ക്കുന്നവൻ ലോഭമായി കൊയ്യും, ധാരാളമായി വിതയ്ക്കുന്നവൻ ധാരാളമായി കൊയ്യും എന്നോർത്തുകൊള്ളുവിൻ. അവനവൻ ഹൃദയത്തിൽ നിശ്ചയിച്ചതുപോലെ കൊടുക്കട്ടെ, സങ്കടത്തോടെ അരുത്, നിർബന്ധത്താലും അരുത്. സന്തോഷത്തോടെ കൊടുക്കുന്നവനെ ദൈവം സ്നേഹിക്കുന്നു. നിങ്ങൾ സകലത്തിലും എപ്പോഴും പൂർണ്ണ തൃപ്തിയുള്ളവരായി സകല സൽപ്രവൃത്തിയിലും പെരുകി വരുമാറ് നിങ്ങളിൽ സകല കൃപയും പെരുക്കുവാൻ ദൈവം ശക്തനാകുന്നു. അവൻ വാരി വിതറി ദരിദ്രന്മാർക്ക് കൊടുക്കുന്നു, അവന്റെ നീതി എന്നേക്കും നിലനിൽക്കുന്നു എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. എന്നാൽ വിതയ്ക്കുന്നവന് വിത്തും ഭക്ഷിപ്പാൻ ആഹാരവും നൽകുന്നവൻ നിങ്ങളുടെ വിതയും നൽകി പൊലിപ്പിക്കുകയും നിങ്ങളുടെ നീതിയുടെ വിളവ് വർദ്ധിപ്പിക്കുകയും ചെയ്യും. ഇനി മത്തായി എഴുതിയ സുവിശേഷത്തിൽ വചനത്തിൽ എഴുതിയിരിക്കുകയാണ്, ആദ്യം നിങ്ങൾ അവന്റെ രാജ്യവും നീതിയും അന്വേഷിക്കണം, അപ്പോൾ ഇതെല്ലാം നിങ്ങൾക്ക് ലഭിക്കുവാനിടയാകും. നീതിയുടെ അർത്ഥം എന്ന് പറയുന്നത് രക്തത്തിലൂടെയുള്ളതാണ്. കൊരിന്ത്യ സഭയ്ക്ക് പൗലോസ് എഴുതുകയാണ്, അവരും ആത്മീയ കാര്യങ്ങളിൽ വളരുകയായിരുന്നു. പൗലോസ് അവരോട് പറയുകയാണ്, ആ സഭയ്ക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ, നിങ്ങൾ നിങ്ങളുടെ അപ്പവും വീഞ്ഞും കുടിച്ച് മത്തരാകാതിരിക്കുക. ഒരു ബാലനെ നിങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുന്നത് പോലെ നിങ്ങൾ കത്തിയെടുത്ത് കളിക്കരുത്, ഇങ്ങനെ കളിക്കരുത്. ആ രീതിയിൽ പൗലോസ് എഴുതുകയാണ്. എന്തുകൊണ്ടെന്നാൽ വളരോട് ഞാൻ പറയുകയില്ല നിങ്ങൾ കത്തിയെടുത്ത് കളിക്കരുതെന്ന്. എന്തുകൊണ്ടെന്നാൽ നിങ്ങൾ കളിക്കുകയില്ല. എന്തുകൊണ്ടെന്നാൽ നിങ്ങൾ പരിപൂർണരായ ഒരു പുത്രനാണ്. ഞാൻ എൻ്റെ ധനത്തെ ഞാൻ ഇൻവെസ്റ്റ് ചെയ്യുകയാണ് എങ്കിൽ, ഞാൻ 2 സ്ഥലത്ത് ഇൻവെസ്റ്റ് ചെയ്താൽ എനിക്ക് ആ പൈസ തിരിച്ചു ലഭിക്കും. ആ ദൈവം എൻ്റെ പിതാവാണ്, എനിക്ക് വേണ്ടി എല്ലാ കാര്യങ്ങളും തരുന്നവനാണ്. എനിക്കറിയാം, ഈ സമയത്ത് എൻ്റെ ശരീരത്തിൽ ഒരുപാട് രോഗങ്ങൾ ഉണ്ടായിരുന്നപ്പോൾ ഞാൻ ദൈവത്തെ സ്നേഹിച്ചിരുന്നില്ല. എന്തുകൊണ്ടെന്നാൽ ദൈവത്തെ സ്നേഹിക്കുക എന്ന് പറയുന്ന ഇതാണ്, വിശ്വസിക്കുക. വചനം നിങ്ങളെക്കുറിച്ച് എന്താണ് പറയുന്നത് എന്നാൽ അതിൽ വിശ്വസിക്കുക. നിങ്ങൾക്ക് പ്രാർത്ഥിക്കാൻ സാധിക്കും, യേശുക്രിസ്തു എന്നെ സൗഖ്യമാക്കൂ എന്ന്. നിങ്ങൾക്ക് ഒരു വിഗ്രഹത്തെ പോലെ അവനെ പൂജിക്കാൻ സാധിക്കും. മറ്റുള്ള സ്ഥലങ്ങളിൽ നമ്മൾ ഈ കാര്യങ്ങൾ ചെയ്യുന്നു, നമ്മുടെ പ്രാർത്ഥന കേൾക്കുന്നില്ല, അപ്പോൾ നമ്മൾ നിരാശപ്പെട്ടു പോകാനുണ്ട്. പക്ഷെ വചനം നിങ്ങളോട് എന്ത് പറയുന്നു അതിൽ നമ്മൾ വിശ്വസിക്കുകയും അതിനോട് ഒക്കുകയും ചെയ്യുമ്പോൾ, അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ പിതാവിനോടുള്ള സ്നേഹത്തെ നിങ്ങൾ പ്രകടിപ്പിക്കുകയാണ്. ഞാൻ ഈ സത്യത്തിൽ വിശ്വസിക്കുന്നു, ഞാൻ രോഗിയാകുകയില്ല. ഞാൻ ഈ സത്യത്തിൽ മാത്രമാണ് വിശ്വസിക്കുന്നത്. എൻ്റെ അനുഭവം എന്താണെങ്കിലും ഞാൻ സത്യത്തെ പിടിച്ചിരിക്കും. എപ്പോഴും ഞാൻ മരിച്ചാലും ഞാൻ ആ സത്യത്തിൽ ഉറച്ചു നിൽക്കും. ഈ സത്യത്തെ ഞാൻ വിട്ടുകയില്ല. ഞാൻ ഏത് നിമിഷം ഈ സത്യത്തിൽ വിശ്വസിച്ചോ, ഞാൻ വേറൊരു മണ്ഡലത്തിൽ കയറുവാനിടയായി. അവിടെ എനിക്ക് മനസ്സിലായി, വീണ്ടും രോഗിയാകുക എന്നുള്ളത് എൻ്റെ സ്വഭാവത്തിലേ ഇല്ല. ഞാൻ രോഗിയായിരുന്നപ്പോഴും ഞാൻ ഈ കാര്യം വിളിച്ചു പറയുമായിരുന്നു, യഹോവ എൻ്റെ ഇടയനാകുന്നു, എനിക്ക് മുട്ടുണ്ടാകുകയില്ല. നിങ്ങൾ ആദ്യം വചനത്തിന് സ്ഥാനം കൊടുക്കുമ്പോൾ, നിങ്ങളുടെ വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുമ്പോൾ, നിങ്ങൾക്ക് കാണാൻ സാധിക്കും നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്കൊന്നിനും മുട്ടുണ്ടാകുകയില്ല. ധനത്തിന്റെ മേഖലയിലും ഞാൻ ഇത് വിളിച്ചു പറയും, യഹോവ എൻ്റെ ഇടയനാകുന്നു, എൻ്റെ എല്ലാ ബഹുമാനവും ഞാൻ അങ്ങേക്ക് നൽകുന്നു. ഞാൻ ധനത്തെ സേവിക്കയില്ല, ധനം എന്നെ സേവിക്കും. എനിക്കൊന്നിനും മുട്ടുണ്ടാകുകയില്ല. ഒരു വെളിപ്പാട് എനിക്ക് സ്വപ്നത്തിലൂടെ ലഭിച്ചു. ഞാൻ ആ മലയുടെ മുകളിലായിരുന്നപ്പോൾ പരിശുദ്ധാത്മാവ് പറഞ്ഞു,
ഈ വെളിപ്പാട് മൂലം നീ നിന്റെ ജീവിതത്തെ മുഴുവൻ ഇതിനെ പിടിച്ചിരിക്കണമെന്ന് പറഞ്ഞു. ആ സമയത്ത് ഞാൻ ഈ ശബ്ദത്തിന്റെ ആഴങ്ങളെ എനിക്ക് മനസ്സിലായില്ല. പക്ഷെ സമയത്തിനനുസരിച്ച് ഞാൻ അത് അറിയുവാനിടയായി. യഹോവയാണ് എൻ്റെ ഇടയൻ, അവൻ എല്ലാ മേഖലകളിലും എന്നെ അവൻ സംരക്ഷിക്കുന്നു. ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ ആദ്യ സ്ഥാനമാണ് എങ്കിൽ മുന്നോട്ട് നമുക്ക് നോക്കാം. വചനത്തിൽ പൗലോസ് എഴുതുകയാണ്, ധനം, ദശാംശം എന്ന് പറയുന്നത് ലേവ്യർ അവർക്ക് ലഭിച്ചുകൊണ്ടിരുന്ന എല്ലാ ധനവും സമ്പത്തും പഴയ നിയമത്തിൽ എഴുതിയിരിക്കുന്നു. എത്രയധികം ധനം സഭയിൽ വരുന്നോ അത് സഭയിലുള്ള ആളുകൾക്ക് വേണ്ടിയും മറ്റുള്ളവർക്ക് വേണ്ടിയും ആവശ്യമുള്ളവർക്ക് വേണ്ടിയും വിശക്കുന്നവർക്ക് വേണ്ടിയും എല്ലാവരുടെയും സഹായത്തിന് വേണ്ടി അത് പോയിക്കൊണ്ടിരുന്നു. അതേ രീതിയിൽ തന്നെ പുതിയ നിയമത്തിലും ദശാംശം സഭയിൽ വരുന്നത് അത് വിതയ്ക്കുകയാണ്. എല്ലാ മേഖലകളിലും പല സ്ഥലങ്ങളിൽ ജീവനുകളിൽ പുത്രത്വത്തിന്റെ യാഥാർത്ഥ്യത്തെ പ്രസംഗിക്കുന്നവർക്ക് നമുക്ക് തോന്നുകയാണ് ദരിദ്രർക്ക് പണത്തിന്റെ ആവശ്യമുണ്ട് എന്ന്. പക്ഷെ യേശുക്രിസ്തു പറയുകയാണ്, ധനികരല്ലാത്തവരോട് നിങ്ങൾ സുവിശേഷം അറിയിക്കുക. സുവിശേഷം എന്തുകൊണ്ടെന്നാൽ അവർ വീണ്ടും ദാരിദ്ര്യത്തിലകപ്പെട്ടു പോകാതിരിക്കാൻ. ഞാൻ ഇത് സാക്ഷ്യത്തിൽ നേരത്തെ പറഞ്ഞിരുന്നു. എൻ്റെ കൂടെ ഒരു സ്ത്രീ ഉണ്ടായിരുന്നു, എൻ്റെ വീട്ടിലെ കാര്യങ്ങളിൽ എന്നെ സഹായിച്ചിരുന്ന ഒരു സ്ത്രീ. ആ സമയത്ത് അവരുടെ ഭർത്താവ് അവരെ വളരെ ബുദ്ധിമുട്ടിച്ചുകൊണ്ടിരുന്നു. അവരുടെ ഭർത്താവിൻ്റെ അടുത്ത് ജോലിയില്ലായിരുന്നു. അവരുടെ അമ്മായിയമ്മയോട് കൂടെ അവർക്ക് വഴക്കുണ്ടായിരുന്നു. അവരുടെ ജീവിതത്തിൽ അവൾക്ക് ആവശ്യമുള്ള പണമില്ലായിരുന്നു. അവൾ 5 സ്ഥലത്ത് ജോലി ചെയ്തുകൊണ്ടിരുന്നു എന്തെങ്കിലും പൈസ ലഭിക്കാൻ വേണ്ടി. അവളെ ഞാൻ കണ്ടപ്പോൾ ഞാൻ അവളോട് പറയുവാനിടയായി, നിങ്ങൾ ഒരു പുത്രനാണ് യേശുക്രിസ്തുവിന്റെ രക്തത്തിലൂടെയെന്ന്. ആ പുത്രത്വത്തിന്റെ യാഥാർത്ഥ്യം അവളിലേക്ക് എത്തി. ഞാൻ പറഞ്ഞതുപോലെ അബ്രഹാമിന്റെ അടുത്ത് ദൈവം വന്നപ്പോൾ അബ്രഹാമിന്റെ എല്ലാ മേഖലകളിലും അവനെ അനുഗ്രഹിച്ചു. എന്തുകൊണ്ടെന്നാൽ ആ അനുഗ്രഹം അത് രക്തത്തിലൂടെയാണ്. അവർ ഈ രാജ്യത്തിൽ പുത്രത്വത്തിന്റെ യാഥാർത്ഥ്യത്തിൽ വന്നപ്പോൾ അവരുടെ ഭർത്താവിനും ജോലി ലഭിക്കുവാനിടയായി. അതിലൊരു പ്രായമുള്ള ഒരാളെ അവർക്ക് നോക്കണം. അവരുടെ മക്കൾ വേറൊരു ദേശത്താണ് താമസിക്കുന്നത്. ആ സമയത്തും അവർക്ക് ആ പണം നൽകും. അവരുടെ മക്കളുടെ അടുത്തേക്ക് അവർ പോകുമ്പോൾ ആ സമയത്തെയും സാലറി ഈ സ്ത്രീക്ക് അവർക്ക് നൽകും. നിങ്ങൾക്ക് കാണാൻ സാധിക്കുമോ? ബുദ്ധിമുട്ട്, വിയർപ്പ് ഇപ്പോൾ പോയിരിക്കുന്നു. ഇപ്പോൾ ആ ധനം അവർക്ക് ലഭിക്കുകയാണ് യേശുക്രിസ്തുവിന്റെ രക്തത്തിലൂടെ. ആ സ്ത്രീ ഇപ്പോഴും എൻ്റെ അടുത്ത് ജോലി ചെയ്യുന്നുണ്ട്. എന്തുകൊണ്ടെന്നാൽ അവരെ ബഹുമാനിക്കുന്നു. നിങ്ങളിലൂടെയാണ് എനിക്കിത് ഈ അനുഗ്രഹങ്ങളെല്ലാം ലഭിച്ചത് എന്ന് പറഞ്ഞു. ഞാൻ അവരോട് വേണ്ട എന്ന് പറയാറുണ്ട്. അതിൻ്റെ ആവശ്യമില്ല അവർക്ക്. ഇപ്പോൾ അവരുടെ മക്കളും ബിലവഡിൽ ബൈബിൾ സ്റ്റഡിക്ക് വേണ്ടി വരാറുണ്ട്. എന്താണ് യേശുക്രിസ്തുവിന്റെ രക്തത്തിലൂടെ അവരുടെ ജീവിതത്തിൽ എല്ലാം മാറുവാനിടയായി. അവർ രാജ്യത്തിൽ വന്നപ്പോൾ ഞാൻ അവരോട് പറയുവാനിടയായി, ദൈവം നമ്മളിൽ നിന്നൊന്നും ആഗ്രഹിക്കുന്നില്ല, പക്ഷേ നമ്മുടെ ഹൃദയത്തെ അവൻ നോക്കും. എന്തുകൊണ്ടെന്നാൽ അവൻ ആഗ്രഹിക്കുകയാണ് നമ്മൾ അവനിൽ നിന്നൊരിക്കലും വേർപെട്ടു പോകരുത് എന്ന്. ഇതാണ് ദശാംശം. മുന്നോട്ട് നമുക്ക് വായിക്കാം. മത്തായി സുവിശേഷത്തിന്റെ 6-ാം അധ്യായം. പുഴുവും തുരുമ്പും കെടുക്കുകയും കള്ളന്മാർ തുറന്നു മോഷ്ടിക്കുകയും ചെയ്യുന്ന ഈ ഭൂമിയിൽ നിങ്ങൾ നിക്ഷേപം സ്വരൂപിക്കരുത്. പുഴുവും തുരുമ്പും കെടുത്താതെയും കള്ളന്മാർ തുറന്നു മോഷ്ടിക്കാതെയും ഇരിക്കുന്ന സ്വർഗത്തിൽ നിക്ഷേപം സ്വരൂപിച്ചുകൊള്ളുവിൻ. നിന്റെ നിക്ഷേപമുള്ളിടത്ത് നിന്റെ ഹൃദയവും ഇരിക്കും. മുന്നോട്ട് നിങ്ങൾക്ക് കാണാം, വചനത്തിൽ എഴുതിയിരിക്കുകയാണ് ദൈവത്തെയും ധനത്തെയും സേവിക്കുന്നതിനെ കുറിച്ച്. 24-ാം വാക്യം, 2 യജമാനന്മാരെ സേവിപ്പാൻ ആർക്കും കഴിയുകയില്ല. അങ്ങനെ ചെയ്താൽ ഒരുത്തനെ പകച്ചും മറ്റവനെ സ്നേഹിക്കും, അല്ലെങ്കിൽ ഒരുത്തനോട് പറ്റിച്ചേർന്ന് മറ്റവനെ നിരസിക്കും. നിങ്ങൾക്ക് ദൈവത്തെയും മാമോനെയും സേവിപ്പാൻ കഴിയുകയില്ല. അതുകൊണ്ട് എഴുതിയിരിക്കുകയാണ്, നിന്റെ നിക്ഷേപമുള്ളിടത്ത് നിന്റെ ഹൃദയവും ഇരിക്കും. ദൈവം നിങ്ങളുടെ ഹൃദയത്തെ, മനസ്സിനെ ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് അവൻ ആഗ്രഹിക്കുകയാണ്, ഒരു കാര്യവും ദൈവത്തിൽ നിന്ന് നിങ്ങളെ മാറ്റാനിടയാക്കരുത്. എനിക്ക് ഓർമ്മയുണ്ട്, ഞാൻ ചെറുതായിരുന്നപ്പോൾ ഒരു സമയമുണ്ടായിരുന്നു, ഞാൻ ഒരു പയ്യനെ പരിചയപ്പെടുവാനിടയായി. അപ്പോൾ ആരും സ്വർഗരാജ്യത്തിൽ വന്നിരുന്നില്ല. അവൻ എൻ്റെ നല്ലൊരു സുഹൃത്തായിരുന്നു. ഒരു കുഞ്ഞു പെൺകുട്ടി അവിടെ ഉണ്ടായിരുന്നു, 11 വയസ്സുള്ള. അവളുടെ സ്വപ്നത്തിൽ ഇങ്ങനെ കാണുവാനിടയായി. പ്രിയോട് ചെന്ന് പറയണം, ആ പയ്യനിൽ നിന്നും ദൂരേക്ക് മാറുക, അവൻ നിന്നെ യേശുവിൽ നിന്നും അകറ്റിക്കളയുമെന്ന്. ആ കുട്ടി എന്നെ ഫോൺ വിളിച്ചു. എന്നിട്ട് അവൾ എന്നോട് ചോദിക്കുകയാണ്, പ്രിയ അമ്മേ, നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പയ്യനുണ്ടോ? ഞാൻ അവളോട് ചോദിച്ചു, എന്ത് പറ്റിയെന്ന്. അവൾ എന്നോട് പറഞ്ഞു, യേശു എൻ്റെ സ്വപ്നത്തിൽ വന്നു. എന്നിട്ട് പറഞ്ഞു, നീ അവനോട് ദൂരെ ആയിരിക്കണം പറഞ്ഞു, അല്ലെങ്കിൽ നിന്നെ അവൻ യേശുവിൽ നിന്ന് ദൂരേക്ക് കൊണ്ടുപോകുമെന്ന് പറഞ്ഞു. എന്തുകൊണ്ടെന്നാൽ ആ പയ്യൻ്റെ വിചാരം, ചിന്ത അത് വേറെയായിരുന്നു. ഇത് 10-15 വർഷം പഴകിയ കാര്യമാണ്. ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്ന കാര്യം ഇതാണ്.
ദൈവം നിങ്ങളുടെ ഹൃദയത്തെ, നിങ്ങളുടെ മനസ്സിനെ അവൻ ആഗ്രഹിക്കുന്നു. അവൻ ആഗ്രഹിക്കുകയാണ്, അത് വേറൊന്നിനെയും കുറിച്ചും അല്ല. അവൻ ആഗ്രഹിക്കുകയാണ് അവൻ്റെ പുത്രന്മാർ, അവൻ്റെ സന്താനം അവനോട് കൂടെ എപ്പോഴും ആയിരിക്കണമെന്ന്. എല്ലാ കാര്യങ്ങളും പുത്രൻ്റെ സേവിക്കാൻ വേണ്ടിയുള്ളതാണ്. ദൈവം അവനെൻ്റെ ഇടയനാകുന്നു, ഞാൻ അവൻ്റെ വചനത്തിൽ മാത്രം നിലനിൽക്കും. പിന്നെ നിങ്ങൾ ഏറ്റുപറയാൻ തുടങ്ങി. അത് നിങ്ങളുടെ ഓഫീസിലാണെങ്കിലും വീട്ടിലാണെങ്കിലും. എന്തുകൊണ്ടെന്നാൽ എല്ലാ കാര്യങ്ങളും പുത്രൻ്റെ മുമ്പിൽ മുട്ടുകുത്തുവാനിടയാകും. എന്തുകൊണ്ടെന്നാൽ എല്ലാ സൃഷ്ടിയും, മുഴുവൻ സ്വർഗരാജ്യവും അത് സാക്ഷ്യം പറയുകയാണ് ആ പുത്രന് വേണ്ടി, ആ സത്യത്തിന് വേണ്ടി. അതുകൊണ്ട് എത്രയധികം നിങ്ങൾ ഈ സത്യത്തിൽ നിലനിൽക്കുന്നോ, ഈ തിരിച്ചറിവ് ഇത് സത്യമാണെന്നുള്ളതിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. എല്ലാ കാര്യങ്ങളും നിങ്ങളോട് കൂടെ യോജിച്ചു വരുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. എന്തുകൊണ്ടെന്നാൽ എല്ലാ ബന്ധങ്ങളും ആ പിതാവിൻ്റെയും പുത്രൻ്റെയും ബന്ധത്തിലേക്ക് മാറുവാനിടയാകും. അത് ഭാര്യയും ഭർത്താവുമാണെങ്കിലും അമ്മയും മകളുമാണെങ്കിലും. പിന്നെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുക, സമാധാനം എന്ന് പറയുന്നത് അത് അവരുടെ ബന്ധത്തിലേക്ക് വരുവാനിടയാകും, പിതാവുമായുള്ള ബന്ധത്തിലൂടെ. ഈ ശരീരം എന്ന് പറയുന്ന ഒരു പാത്രം പോലെയാണ്. ഈ ശരീരത്തിൽ നിങ്ങൾ ഈ ബന്ധം കൊണ്ടുവരികയാണെങ്കിൽ, നിങ്ങൾ മറക്കാതിരിക്കുകയാണെങ്കിൽ, ഒരു പിതാവുണ്ട്, ആ പിതാവിൻ്റെ പ്രിയപുത്രനാണ് നിങ്ങളെന്ന്. ഇപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു മുട്ടുമുണ്ടാകുകയില്ല. മുന്നോട്ട് നമുക്ക് വായിക്കാം. ലൂക്കോസ് 16-ാം അധ്യായം അതിൻ്റെ 10-ാം വാക്യം മുതൽ. അത്യല്പത്തിൽ വിശ്വസ്തനായവൻ അധികത്തിലും വിശ്വസ്തൻ, അത്യല്പത്തിൽ നീതികെട്ടവൻ അധികത്തിലും നീതികെട്ടവൻ. നിങ്ങൾ അനീതിയുള്ള മാമോനിൽ വിശ്വസ്തരായില്ല എങ്കിൽ സത്യമായത് നിങ്ങളെ ആർ ഭരമേൽപ്പിക്കും? അന്യമായതിൽ വിശ്വസ്തരായില്ല എങ്കിൽ നിങ്ങൾക്ക് സ്വന്തമായത് ആർ തരും? 2 യജമാനന്മാരെ സേവിപ്പാൻ ഒരു ഭൃത്യനും കഴിയുകയില്ല. അവൻ ഒരുവനെ പകച്ചു മറ്റവനെ സ്നേഹിക്കും, അല്ലെങ്കിൽ ഒരുത്തനോട് പറ്റിച്ചേർന്ന് മറ്റവനെ നിരസിക്കും. നിങ്ങൾക്ക് ദൈവത്തെയും മാമോനെയും സേവിപ്പാൻ കഴിയുകയില്ല. അതിൻ്റെ അർത്ഥം എന്ന് പറയുന്ന, മറ്റുള്ള ഈ ലോകത്തിൻ്റെ കാര്യങ്ങളിൽ അതിൽ നിങ്ങൾ വിശ്വസിക്കുകയാണെങ്കിൽ നിങ്ങൾ ദൈവത്തിലല്ല വിശ്വസിക്കുന്നത്. ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് തരാൻ ആഗ്രഹിക്കുകയാണ്, നിങ്ങൾ ദശാംശം കൊടുക്കുന്നുവെങ്കിൽ നല്ല ഉദ്ദേശത്തിന് വേണ്ടി, അപ്പോൾ ആ രക്തമാണ് നിങ്ങളെ ധനികരാക്കുന്നത്. നിങ്ങൾ ദശാംശം ഒരിക്കലും ധനികരാകാൻ വേണ്ടി കൊടുക്കരുത്. ആ രക്തമാണ് നിങ്ങളെ ധനികരാക്കുന്നത്. ഞാൻ എൻ്റെ ജീവിതത്തിലും കാണുവാനിടയായി, എങ്ങനെ ഞാൻ വചനത്തിൽ വളരാൻ തുടങ്ങിയോ, ഞാൻ വചനത്തിൽ വളർന്നുകൊണ്ടിരുന്നപ്പോൾ ഞാൻ കാണാനിടയായി, എൻ്റെ പ്രവൃത്തിയുടെ മേഖലയിലും എൻ്റെ ധനത്തിൻ്റെ മേഖലയിലും അത് അനുഗ്രഹത്തിലേക്ക് വളരുന്നത് ഞാൻ കാണാനിടയായി. എൻ്റെ ജീവൻ്റെ എല്ലാ മേഖലകളിലും അവൻ എന്നെ അനുഗ്രഹിച്ചു കൊണ്ടിരുന്നു. എനിക്കത് അറിയാൻ സാധിച്ചു. എന്തുകൊണ്ടെന്നാൽ ഞാൻ എൻ്റെ തിരിച്ചറിവിനെ ആദ്യം വിടാതെ, എൻ്റെ സാക്ഷ്യത്തെ ഞാൻ വിടാതെ പിതാവ് എന്നോട് പറയുന്നതിൽ ഞാൻ വിശ്വസിച്ചു. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും, എല്ലാ അനുഗ്രഹങ്ങളും നിങ്ങൾക്ക് തന്നെത്താൻ ലഭിക്കാൻ തുടങ്ങുന്നത് കാണാൻ സാധിക്കും. ഇപ്പോൾ നിങ്ങളല്ല സമൃദ്ധിയുടെ പുറകെ ഓടേണ്ടത്, സമൃദ്ധിയാണ് സ്വയം അത് നിങ്ങളുടെ പുറകെ വരുവാനിടയാകും. രാജാവ് അവരുടെ അവകാശത്തിന് പുറകെ ഓടാറില്ല, അവകാശമാണ് രാജാവിൻ്റെ പുറകെ വരുന്നത്. രാജാവിൻ്റെ മകൻ അറിയുന്നു, ഞാൻ രക്തത്തിലൂടെ എനിക്കിതെല്ലാം ലഭിക്കുമെന്ന്. ഞാനും നിങ്ങളും ആ ബന്ധത്തിൽ വളർന്നുകൊണ്ടിരിക്കുമ്പോൾ, ആ സത്യത്തിൽ നമ്മൾ നിലനിൽക്കുമ്പോൾ, പിതാവ് നമ്മളെക്കുറിച്ച് പറഞ്ഞതിൽ സദൃശ്യവാക്യം 13:11, അന്യായമായി സമ്പാദിച്ച ധനം കുറഞ്ഞു കുറഞ്ഞു പോകും, അധ്വാനിച്ച് സമ്പാദിക്കുന്നവനോ വർദ്ധിച്ചു വർദ്ധിച്ചു വരും. നിങ്ങൾക്ക് കാണാൻ സാധിക്കും, ദൈവവും നിങ്ങളുടെ ജീവിതത്തിൽ ഈ രീതിയിലാണ് അനുഗ്രഹം തരുന്നത്. മുന്നോട്ട് നമുക്ക് വായിക്കാം. 1 തിമോത്തിയോസ് അതിൻ്റെ 6-ാം അധ്യായം 10-ാം വാക്യം. ദ്രവ്യാഗ്രഹം സകലവിധ ദോഷത്തിനും മൂലമല്ലോ, ഇത് ചിലർ കാംക്ഷിച്ചിട്ട് വിശ്വാസം വിട്ടകന്ന് ബഹുദുഃഖങ്ങൾക്ക് അധീനരായി തീർന്നിരിക്കുന്നു. ഇവിടെ ധനം എന്ന് പറയുന്നത് അത് ദോഷത്തിൻ്റെ വേരല്ല, അതിൻ്റെ ആഗ്രഹമാണ് എല്ലാ ദോഷത്തിൻ്റെയും മൂലമായിരിക്കുന്നത്. ഞാനും രാജ്യത്തിൽ കാണുവാനിടയായി, ചില ആളുകൾ ദശാംശം കൊടുക്കുന്നത് അവർ ധനം സമ്പാദിക്കാൻ വേണ്ടിയിട്ടാണ് അവർ ദശാംശം കൊടുക്കുന്നത്. അവർ പക്ഷേ ഈ കാര്യം അറിയുന്നില്ല, ദൈവം അവൻ നമ്മുടെ ഹൃദയത്തെയും മനസ്സിനെയുമാണ് അവൻ ആഗ്രഹിക്കുന്നത് എന്ന്. മുന്നോട്ട് നമുക്ക് നോക്കാം. 1 തിമോത്തിയോസ് അതിൻ്റെ 6-ാം അധ്യായം അതിൻ്റെ 17-ാം വാക്യം മുതൽ 19 വരെ. ഈ ലോകത്തിലെ ധനവാന്മാരോട് ഉന്നതഭാവം കൂടാതെ ഇരിപ്പാനും നിശ്ചയമില്ലാത്ത ധനത്തിലല്ല, നമുക്ക് സകലവും ധാരാളമായി അനുഭവിപ്പാൻ തരുന്ന ദൈവത്തിൽ ആശവെപ്പാനും നന്മ ചെയ്യുവാനും സൽപ്രവർത്തികളിൽ സമ്പന്നരായി ദാനശീലരും ഔദാര്യമുള്ളവരുമായി സാക്ഷാലുള്ള ജീവനെ പിടിച്ചുകൊള്ളേണ്ടതിന് വരും കാലത്തേക്ക് നല്ലൊരു അടിസ്ഥാനം നിക്ഷേപിച്ചു കൊള്ളുവാനും ആജ്ഞാപിക്കാം. മുന്നോട്ട് നമുക്ക് സദൃശ്യവാക്യം 3-ാം അധ്യായം അതിൻ്റെ 9, 10. യഹോവയെ നിന്റെ ധനം കൊണ്ടും എല്ലാ വിളവിൻ്റെയും ആദ്യ ഫലം കൊണ്ടും ബഹുമാനിക്കുക. അങ്ങനെ നിന്റെ കളപ്പുരകൾ സമൃദ്ധിയായി നിറയും, നിന്റെ ചക്കുകളിൽ വീഞ്ഞ് കവിഞ്ഞൊഴുകും.
ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും, വചനം നമ്മളോട് ചെയ്യാൻ പറയുകയാണ്. പക്ഷെ അബ്രഹാം ദശാംശം കൊടുത്തപ്പോൾ അവൻ സ്വന്തം ഇഷ്ടപ്രകാരമായിരുന്നു കൊടുത്തത്. അവിടെ അവൻ അവൻ്റെ ഹൃദയത്തെയാണ് കാണിച്ചത്. അബ്രഹാമിന്റെ ജീവിതത്തിൽ ദൈവം കാണുവാനിടയായി അവൻ ചെയ്തത്. അപ്പോൾ പിതാവായ ദൈവം പറയുകയാണ്, ഇനി ഞാനാണ് നിന്റെ പരിച. ഇപ്പോൾ നീ നോക്കുക, നിന്നെ ഞാൻ എത്രയധികം ധനികനാക്കുമെന്ന്. നിന്റെ ഹൃദയം എന്ന് പറയുന്നത് അത് എനിക്ക് വേണ്ടിയുള്ളതാണ്. മുന്നോട്ട് നമുക്ക് വായിക്കാം. റോമർ 11-ാം അധ്യായം അതിന്റെ 16-ാം വാക്യം. ആദ്യ ഭാഗം വിശുദ്ധമെങ്കിൽ പിണ്ടം മുഴുവനും അങ്ങനെ തന്നെ, വേർ വിശുദ്ധമെങ്കിൽ കൊമ്പുകളും അങ്ങനെ തന്നെ. അങ്ങനെ തന്നെയാണ് ദശാംശം നിങ്ങൾ ദൈവത്തിന് നൽകുമ്പോൾ നിങ്ങളുടെ മറ്റുള്ള ധനവും അതിലൂടെ വിശുദ്ധമായി തീരുകയാണ്. വിശുദ്ധമായിരിക്കുന്നതൊന്നും സാത്താന് തൊടുവാൻ പറ്റുകയില്ല. മുന്നോട്ട് നമുക്ക് വായിക്കാം. മലാഖി അതിന്റെ 3-ാം അധ്യായം. ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും, വചനത്തിൽ ഇവിടെ എഴുതിയിരിക്കുകയാണ് യേശുക്രിസ്തുവിന്റെ വരവിനെ കുറിച്ച്. അവന്റെ ആദ്യത്തെ വരവ് മനുഷ്യന്റെ വിടുതലിന് വേണ്ടിയായിരുന്നു. രണ്ടാമത്തെ വരവ് അവന്റെ പുത്രന്മാരെ സ്വീകരിക്കാൻ വേണ്ടിയാണ് അവൻ വരുന്നത്. ലോകത്തിന് വേണ്ടിയല്ല, എത്ര അവന്റെ സന്തതികളുണ്ടോ അവർക്ക് വേണ്ടിയാണ്. മുഴുവൻ നമ്മൾ വായിക്കുകയില്ല. അതിന്റെ 7-ാം വാക്യത്തിൽ എഴുതിയിരിക്കുകയാണ്, നിങ്ങളുടെ പിതാക്കന്മാരുടെ കാലം മുതൽ നിങ്ങൾ എൻ്റെ ചട്ടങ്ങളെ പ്രമാണിക്കാതെ തെറ്റി നടന്നിരിക്കുന്നു. പിന്നെ ദൈവം പറയുകയാണ്, എൻ്റെ അടുക്കലേക്ക് മടങ്ങി വരുവിനെന്ന്. മുന്നോട്ട് നമുക്ക് വചനത്തിൽ കാണാൻ സാധിക്കും. അതിനുശേഷം ധനത്തെക്കുറിച്ച് എഴുതുകയാണ്. എന്ത് കാര്യമാണ് ദൈവത്തിൽ നിന്ന് മനുഷ്യരെ ദൂരേക്ക് കൊണ്ടുപോയത്? എന്താണ് ദൈവത്തിൽ നിന്ന് ദൂരേക്ക് കൊണ്ടുപോയത്? ആ ധനത്തിന്റെ മോഹമാണ് അവരെ ദൈവത്തിന്റെ അടുത്ത് നിന്നും അവരെ ദൂരേക്ക് കൊണ്ടുപോയത്. പിന്നെ ദൈവം പറയുകയാണ്, നിങ്ങൾ എൻ്റെ അടുത്തേക്ക് മടങ്ങി വരുവിനെന്ന്. 9-ാമത്തെ വാക്യത്തിൽ പറയുകയാണ്, നിങ്ങൾ ഈ ജാതി മുഴുവനും തന്നെ എന്നെ തോൽപ്പിക്കുന്നതിന് നിങ്ങൾ ശാപഗ്രസ്തരാകുന്നു. എൻ്റെ ആലയത്തിൽ ആഹാരം ഉണ്ടാകേണ്ടതിന് നിങ്ങൾ ദശാംശം മുഴുവനും ഭണ്ഡാരത്തിലേക്ക് കൊണ്ടുവരുവീൻ. ഞാൻ നിങ്ങൾക്ക് ആകാശത്തിന്റെ കിളിവാതിലുകളെ തുറന്ന് സ്ഥലം പോരാതെ വരുവോളം നിങ്ങളുടെ മേൽ അനുഗ്രഹം പകരുകയില്ലയോ എന്നിങ്ങനെ നിങ്ങൾ ഇതിനാൽ എന്നെ പരീക്ഷിപ്പിനെന്ന് സൈന്യങ്ങളുടെ യഹോവ അരുളി ചെയ്യുന്നു. ഞാൻ വെട്ടുക്കിളിയെ ശാസിക്കും, അത് നിങ്ങളുടെ നിലത്തിലെ അനുഭവം നശിപ്പിച്ചു കളയുകയില്ല. പറമ്പിലെ മുന്തിരിവള്ളിയുടെ ഫലം മൂക്കാതെ കൊഴിഞ്ഞു പോകുകയുമില്ല എന്ന് സൈന്യങ്ങളുടെ യഹോവ അരുളി ചെയ്യുന്നു. നിങ്ങൾ മനോഹരമായൊരു ദേശമായിരിക്കാൽ സകല ജാതികളും നിങ്ങളെ ഭാഗ്യവാന്മാരെന്ന് പറയുമെന്ന് സൈന്യങ്ങളുടെ യഹോവ അരുളി ചെയ്യുന്നു. എൻ്റെ മമ്മിക്കൊരു സ്ഥലമുണ്ട്. അതിൽ അവർ ഒരു വയലുണ്ടാക്കിയിട്ടുണ്ട്. ആ വയലിൽ ഞാൻ കണ്ടിട്ടുണ്ട്, എപ്പോഴൊക്കെ അവിടെ മഞ്ഞ് വീഴുമ്പോൾ എത്രയധികം നമ്മുടെ സ്ഥലമുണ്ടോ ആ സ്ഥലത്ത് ആ മഞ്ഞ് വീഴാറില്ല. ആ വയലിൽ ഞങ്ങൾ കരിമ്പ് നടുമ്പോൾ ആ കരിമ്പിൽ ഷുഗറിന്റെ കണ്ടന്റ് ഉള്ളത് മറ്റുള്ളവരുടെ വയലുകളിൽ നമ്മുടെ വയലിലെ കരിമ്പെന്ന് പറയുന്നത് അതിലെ ഷുഗർ കണ്ടന്റ് അത് 50% അല്ലെങ്കിൽ 60% മറ്റുള്ളവരുടെ കഴിഞ്ഞും കൂടുതലാണ് ഞങ്ങളുടെ വയലിൽ ഉണ്ടാകുന്നത്. ആ വയൽ കൃഷി ഇറക്കുമ്പോൾ ഞങ്ങൾക്കറിയാം, ആ വിത്തിടുന്ന സമയത്ത് നമുക്കറിയാം അവർ യേശുവിന്റെ നാമത്തിലാണ് അതവിടെ ഇടുന്നത്. ഇപ്പോൾ അവരും യേശുവിന്റെ നാമത്തിലാണ് വിശ്വസിക്കുന്നത്. അവരെൻ്റെ മമ്മിയോട് പറയാറുണ്ട്, എല്ലാ കാര്യങ്ങളും ഞാൻ ചെയ്യുന്നത് ഈ വയലിൽ ചെയ്യുന്നത് യേശുവിന്റെ നാമത്തിലാണ് ചെയ്യുന്നത്. എന്തുകൊണ്ടെന്നാൽ ആ പേരിൽ ഒരു വലിയ ശക്തിയുണ്ട്. ഞാൻ വിത്ത് വിതയ്ക്കുമ്പോഴും ആ ട്രാക്ടർ നിലത്തെ ഉഴുന്ന സമയത്ത് ഒരു പ്രശ്നവും ഉണ്ടാകാറില്ല, ഒരു കല്ലും കാണാറില്ല. എന്തുകൊണ്ടെന്നാൽ നമ്മുടെ ഭൂമി അത് വളരെ നല്ലതാണ്. എന്താണ് അവിടെ ഒരു വ്യത്യാസം ഉണ്ടായിരിക്കുന്നത്? അവിടെ വിശുദ്ധീകരിക്കപ്പെട്ടിരിക്കുന്നത്. എൻ്റെ മമ്മി എന്നോട് പറയാറുണ്ട്, എല്ലാ കാര്യങ്ങളിലും എല്ലാറ്റിലും എല്ലാ വിളവെടുപ്പിലും അതിൻ്റെ ദശാംശം ഞാൻ പിതാവിന് കൊടുക്കാറുണ്ട്. അതെന്തെങ്കിലും പ്രാപിക്കാൻ വേണ്ടിയല്ല. അതെന്തുകൊണ്ടാണ് അത് കൊടുക്കുന്നത്? അവർ പിതാവിനെ സ്നേഹിക്കുന്നത് കൊണ്ടാണ്, ബഹുമാനിക്കുന്നത് കൊണ്ട്. എന്തുകൊണ്ടെന്നാൽ ഞാനും ഈ കാര്യം പഠിക്കുവാനിടയായി. എന്തുകൊണ്ടെന്നാൽ എൻ്റെ മുൻപത്തെ ജീവൻ ഞാൻ കാണുവാനിടയായി. ഞാൻ വളരെ അനുഗ്രഹത്തിലാണ് ജീവിച്ചത്. ഞാൻ ഈ കാര്യം ചിന്തിക്കാറുണ്ട്. ദൈവം എനിക്ക് എപ്പോഴും എൻ്റെ ആവശ്യങ്ങൾ അവൻ നിവർത്തിച്ചു കൊണ്ടിരുന്നു. ഞാൻ ഈ കാര്യം ചിന്തിക്കുവാനിടയായി. ഞാൻ ഒരിക്കലും ദശാംശം കൊടുക്കുകയില്ല. പക്ഷെ എനിക്ക് മനസ്സിലാക്കുവാനിടയായി, എനിക്ക് അറിവാനിടയായി, ഞാൻ ദശാംശം ദൈവമേ അങ്ങേക്ക് നൽകാൻ ആഗ്രഹിക്കുന്നു. പിന്നെ ഞാൻ ഇതിനെക്കുറിച്ച് പഠിക്കാൻ തുടങ്ങി. പരിശുദ്ധാത്മാവെന്നെ പഠിപ്പിച്ചു. ഞാൻ കാണുവാനിടയായി ആ രക്തമാണ് എന്നെ ധനികനാക്കുന്നത്. ഞാൻ ഇതിൽ വളരെ സന്തോഷിക്കുവാനിടയായി. അവൻ എന്നെ അനുഗ്രഹിച്ചിരിക്കുന്നു. അതിനു മുമ്പ്, ഇന്ന് നമ്മൾ നിർത്തുന്നതിന് മുമ്പ് ഞാൻ ആഗ്രഹിക്കുകയാണ്, നിങ്ങൾ നോക്കണം,
ദാവീദിന്റെ ജീവിതത്തെ, യോസഫിന്റെ ജീവിതം ദാവീദിനോട് പറഞ്ഞു. ദാവീദിനെ കുറിച്ച് പറഞ്ഞു, അവൻ ദൈവത്തിന്റെ ഹൃദയപ്രകാരമുള്ളൊരു മനുഷ്യനാണെന്ന്. അവനൊരു ആട്ടിടയനായിരുന്നു. അവന്റെ ആടുകളെ നയിക്കുമായിരുന്നു. അവൻ ദൈവത്തോട് ഒപ്പം ദൈവത്തിന് വേണ്ടി ഒരു ഹൃദയം അവന്റെ ഉള്ളിലുണ്ടായിരുന്നു. അത് ദൈവം കാണുവാനിടയായി. ദൈവത്തിന് വേണ്ടി അവനൊരു ഹൃദയമുണ്ടായിരുന്നു. പിന്നെ ദൈവം കാണുവാനിടയായി. ഹൃദയത്തെ അവൻ തിരഞ്ഞെടുക്കുവാനിടയായി. പിന്നെ ദൈവം എല്ലാ ഇസ്രയേലിനെയും ദാവീദിന്റെ കയ്യിൽ കൊടുക്കുകയാണ്. ദാവീദ് ഇസ്രയേലിന്റെ രാജാവാകുകയാണ്. യോസഫിനെ കുറിച്ചും നമുക്ക് വായിക്കുമ്പോൾ അവൻ പോത്തിഫറിന്റെ ഭവനത്തിലെത്തി. നമ്മൾ കണ്ടു, വചനത്തിൽ എഴുതിയിരിക്കുകയാണ്, യോസഫ് അവൻ എല്ലാ കാര്യങ്ങളിലും അവൻ സഫലമായത് ദൈവം അവനോട് കൂടി ഉണ്ടായിരുന്നത് കൊണ്ടാണ്. അവൻ എങ്ങനെയാണ് ധനികനായത്? ദൈവത്തിന്റെ സാന്നിധ്യത്താലാണ് അവൻ ധനികനായത്. ദൈവപിതാവാണ് അവനെ ധനികനാക്കിയത്. പോത്തിഫറിന്റെ ഭാര്യയും യോസഫിന്റെ അടുത്ത് വരുമ്പോൾ അവൻ അത് നിരസിക്കുകയാണ്. എന്തുകൊണ്ടെന്നാൽ അവൻ അറിഞ്ഞു പിതാവിന് വിപരീതമായി, ദൈവത്തിന് വിപരീതമായി പോകരുത് എന്ന്. നിങ്ങൾക്ക് കാണാൻ സാധിക്കും, അവൻ്റെ ഹൃദയം, അവൻ്റെ മനസ്സ് അതെപ്പോഴും ദൈവത്തിലേക്കുള്ളതായിരുന്നു. പിന്നെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും, അവനെയും ദൈവം എല്ലാവരുടെ കരങ്ങളിൽ കൊടുക്കുകയാണ്. നിങ്ങൾക്ക് കാണാൻ സാധിക്കും, എല്ലാ അനുഗ്രഹത്തിനുമുള്ള അനുഗ്രഹവും വളർച്ചയ്ക്കുമുള്ള വളർച്ചയും നിങ്ങളുടെ ജീവിതത്തിൽ നൽകാൻ പോവുകയാണ്. എല്ലാം നിനക്ക് ലഭിക്കും. എന്തുകൊണ്ടെന്നാൽ നീ നിന്റെ പുത്രനെ തരാൻ മടിച്ചില്ല എന്ന്. നിങ്ങൾക്കറിയാമോ റോമറിൽ എന്താണ് എഴുതിയിരിക്കുന്നതെന്ന്? റോമറിൽ എന്താണ് എഴുതിയിരിക്കുന്നതെന്ന്? ദൈവം തൻ്റെ ഏകജാതനായ പുത്രനെ നമുക്ക് വേണ്ടി നൽകി. അപ്പോൾ അവൻ എന്തുകൊണ്ട് നമുക്ക് വീണ്ടും തരികയില്ല? അവൻ നമുക്ക് വേണ്ടി അതിനോട് കൂടെ സകലതും നൽകി തരാതിരിക്കുമോ? ആ കാര്യങ്ങളെല്ലാം ഞാനും നിങ്ങളും എങ്ങനെയാണ് പ്രാപിക്കുന്നത്? നമ്മൾ അവൻ്റെ രക്തത്തിലൂടെയാണ് ഇതെല്ലാം പ്രാപിക്കുന്നത്. അവൻ ദരിദ്രനായി തീർന്നു. എന്തിനു വേണ്ടി? ഞാനും നിങ്ങളും സമ്പന്നരായി തീരുവാൻ വേണ്ടി. ആമേൻ. വരൂ, നമുക്ക് എല്ലാവർക്കും പ്രാർത്ഥിക്കാം. നമ്മൾ നമ്മുടെ ആത്മീയ യാഗം അർപ്പിക്കാം. ആ വളർച്ചയ്ക്ക് വേണ്ടി നമ്മുടെ പ്രാണനിൽ സംഭവിച്ചത്. നിങ്ങൾ എന്നോടുകൂടെ ഈ വാക്കുകൾ പറയുക. പിതാവേ, ഞാൻ അങ്ങയെ സ്തുതിക്കുന്നു. ഞാൻ അങ്ങയുടെ രാജ്യത്തിൽ അങ്ങയുടെ പുത്രനാണ്. യേശുവേ, അങ്ങ് എൻ്റെ മഹാപുരോഹിതനാണ്. ഈ സമയത്ത് ഞാൻ അങ്ങേക്ക് നന്ദി അർപ്പിക്കുന്നു. നന്ദിയുടെ യാഗം ഞാൻ അങ്ങേക്ക് അർപ്പിക്കുന്നു. ഞാനത് എനിക്ക് കിട്ടിയ വളർച്ചയ്ക്ക് വേണ്ടി അത് അർപ്പിക്കുന്നു. എൻ്റെ പ്രാണനിൽ ഇന്ന് വചനം കേട്ടതിലൂടെ വന്ന വളർച്ചയ്ക്ക് വേണ്ടി. Thank you that in each and every son's life, Father, you're about the heart, Father. And Father, where our treasure is, there our heart will be. And I thank you that in every area, when you are the Lord, when you are the shepherd, we shall not lack or want in anything when you and your word is the Lord in our lives. And I just thank you. I thank you for the seed. I thank you that you're going to increase the seed. I thank you that we are all rich because of your blood, that you became poor, that we become rich. I thank you. Everyone say this with me. I am abundance. I am rich. Yes, amen. In Jesus' name, amen.